ഗുഡ് ഈവനിങ്. മാറ്റ്നി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, എല്ലാ കാര്യങ്ങൾക്കും കോമൺ ആയിട്ട് വേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് തോമസ് സാർ നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? നമ്മൾ ബാങ്കിൽ ലോൺ കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഏതൊരു സാമ്പത്തിക കാര്യത്തിലും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അത്യാവശ്യമാണ്. ബാങ്കിൽ സമർപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമുക്ക് ഉണ്ടെങ്കിലാണ് അതിന്റെ ആ എൻഡ് പോയിന്റ് എന്താണ്, അതിന്റെ ഒരു ബാലൻസ് ഷീറ്റ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്ന് ഇന്ന് തോമസ് സാർ നമ്മളോട് സംസാരിക്കും. നമ്മുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയ സ്ഥാനങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. യു ആർ വെൽക്കം സർ. ഓക്കെ സാർ, ഞാൻ സ്നേഹത്തോടും വളരെ നന്ദിയോടും കൂടെ ഞാൻ ഈ മാറ്റിനി വെബിനാറിൽ ഇത് അവതരിപ്പിക്കാൻ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. ഇതിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം പതിവ് പോലെ തന്നെ ഫിനാൻഷ്യൽ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കറിയാതെ മുദ്രാ വായ്പയെ പറ്റിയാണ്. മുദ്രാ വായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ്സിന് കൊടുക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണ്. ആ പദ്ധതിയെ പറ്റി നമ്മൾ പറഞ്ഞു അത് തുകയുടെ അടിസ്ഥാനത്തിൽ 3 പദ്ധതികൾക്ക് അത് കൊടുക്കാം. ഒന്നാമത്തതാണ് ശിശു എന്ന് പറഞ്ഞൊരു പദ്ധതി. ആ 50,000 വരെയുള്ള ഒരു വായ്പ മാത്രമാണ്. ഈ ശിശു പദ്ധതിക്ക് പ്രോജക്റ്റ് റിപ്പോർട്ടുകളുടെ ആവശ്യമില്ല. അത് ബാങ്കിന്റെ അപേക്ഷയിൽ തന്നെ അതിന് വേണ്ട ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് ചെയ്താൽ മാത്രം. രണ്ടാമത്തെ പദ്ധതിയാണ് 50-ന് മുകളിൽ 5 ലക്ഷം വരെയുള്ള ഒരു പദ്ധതിയാണ്. അതിന്റെ പേരാണ് കിഷോർ എന്ന് പറഞ്ഞത്. അതിനെപ്പറ്റിയും പറഞ്ഞു. ഈ കിഷോർ പദ്ധതിക്ക് 1 ലക്ഷം വരെയൊക്കെ ചിലപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് ഇല്ലാണ്ട് കൊടുക്കും. 1 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന വായ്പകൾ ചില ബാങ്കുകൾ അത് 2 ലക്ഷം വരെയും പ്രോജക്റ്റ് റിപ്പോർട്ട് ഇല്ലാണ്ട്. അതിൽ കൂടുതലുള്ള ഏത് വായ്പയ്ക്കും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അത്യാവശ്യം. മൂന്നാമത്തെ കാറ്റഗറിയാണ് തരുൺ എന്ന് പറഞ്ഞതുകൊണ്ട് അത് 5 മുതൽ 10 വരെയാണ്. മുദ്ര വായ്പ 10 ലക്ഷം വരെയുള്ള ഒരു വായ്പ പദ്ധതിയാണ്. അപ്പൊ 5 മുതൽ 10 ലക്ഷം വരെയുള്ളതിന് നിർബന്ധമായിട്ടും പ്രോജക്റ്റ് റിപ്പോർട്ട്. അപ്പം ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് അന്ന് ഈ പറഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്താ? ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വേണ്ട അത്യന്താപേക്ഷിത കാര്യങ്ങൾ എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ആരെങ്കിലും പ്രോജക്റ്റ് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ? അല്ലെ പ്രോജക്റ്റ് റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ട് സാറേ. ഉണ്ടല്ലേ പ്രോജക്റ്റ് റിപ്പോർട്ട്. ഇത് ബിസിനസ് പ്രോജക്റ്റ് റിപ്പോർട്ടാണോ അതോ ഒരു പ്രസ് തുടങ്ങാനുള്ളതിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി. പിന്നെ എന്താ ഡ്രൈ ക്ലീനിങ് കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി എഴുതുകയൊക്കെ ചെയ്തു. പൊളിഞ്ഞ് കുത്തുവാളെടുത്തു എന്നുള്ളത് വേറൊരു കാര്യം. ഓക്കെ, സാറ് തന്നെ എഴുതി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വേറെ ആരെ കൊണ്ട് ഉണ്ടാക്കിച്ചതായിരിക്കും? ഞാൻ പലരുടെയും ചോദിച്ച് കൺസൾട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. ഓക്കെ. അപ്പം ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് സാർ ഏതാണ്ട് അത് വേണ്ട രീതി, ചെയ്യേണ്ട രീതിയോട് അടുത്തൊക്കെ ആയിരുന്നു കാര്യം സാർ ചെയ്തത്. പക്ഷെ പലരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബാങ്കിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ബിസിനസിനെ പറ്റിയോ കാര്യങ്ങളെ പറ്റിയോ അവരുടെ മനസ്സിലോ ഉള്ളിലോ ഒരു നല്ല ഐഡിയ ഒന്നും പലപ്പോഴും കാണില്ല. അവര് ആരെങ്കിലും പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചെല്ലും, അവരോട് പറയും അവരൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതി കൊടുക്കും. അതുമായിട്ടാണ് ബാങ്കുകാരത് വായിച്ചു നോക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന വായ്പയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ വേണ്ട പലതും ആ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ കാണില്ല. ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന ആള് ഇതിനകത്ത് എന്താ ഉള്ളത്, അല്ലെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണോ, ഇങ്ങനെയൊന്നും പലരും നോക്കാറ് പോലും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെയല്ല ഇത് വേണ്ട.
ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു റിപ്പോർട്ടായിട്ട് പേപ്പറിൽ നമ്മൾ കൊടുക്കുന്നു. അതിനു മുമ്പ് ഇങ്ങനെ ഒന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി, അല്ലെങ്കിൽ ഇത് ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നതാണെങ്കിൽ പോലും അതൊന്ന് വായിച്ചു നോക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് പറയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുന്ന ഒരാളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാകും. അത് വേണമെങ്കിൽ ഇത് ആഗ്രഹിക്കുന്ന ആള് തീർച്ചയായിട്ടും താൻ മനസ്സിൽ കാണുന്ന ഒരു കാര്യങ്ങളെ പറ്റി ഒരു സ്വപ്നം കാണുന്ന ആളായിരിക്കാമെങ്കിൽ വളരെ നല്ലത്. എനിക്ക് എന്ത് ചെയ്യണം, എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു സ്വപ്നത്തെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ കാണാവും. അങ്ങനെ ഒരു കാണുന്ന കാര്യം അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതിനെ ഒരാശയമാക്കി രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. നമ്മളിൽ ഒരു ആശയം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യുമ്പോൾ ഇപ്പൊ അതൊരു ഒരു ഒരു എന്ത് പ്രോഡക്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രോഡക്റ്റ് എവിടെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ എവിടെ മാർക്കറ്റ് ചെയ്യും, ഇതിനുണ്ടാക്കാൻ വേണ്ട ടെക്നോളജി എവിടെ ഉണ്ടാവും, ഇതിന് വേണ്ട മെഷീനറി എവിടെ നിന്ന് കിട്ടും, ഇതിന് വേണ്ട മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും, ഇതിന് യോഗ്യരായ സ്റ്റാഫ് എവിടെ നിന്ന് കിട്ടും, ഇത് മെഷീനറി ആണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ടെക്നീഷ്യൻ എവിടെ നിന്ന് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആശയം നമ്മുടെ മനസ്സിൽ ഇതുണ്ടാകണം. അതിന് നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ അന്വേഷിക്കും. അതിനെപ്പറ്റി നമ്മൾ സെർച്ച് ചെയ്യും, അതിനെപ്പറ്റി നല്ലൊരു അന്വേഷണം നടത്തും. ഈ അന്വേഷണം നടത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ നമ്മളിൽ ഉണ്ടാകും. അപ്പൊ നമ്മളിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിനെയാണ് നമ്മൾ ഒരു റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള റിപ്പോർട്ടിൽ ഒരു ബാങ്കിൽ കൊടുക്കാവുന്ന ഒരു സാധാരണ ബിസിനസ് പ്രോജക്റ്റിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വലിയ വലിയ കോടികളുടെ ഒന്നും ഇതിന് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് പോലെ, അത് വലിയ വലിയ പ്രോജക്റ്റുകൾ, വലിയ പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു പക്ഷേ ഇത് ഒരുമാതിരി ഒരു 5 കോടി അല്ലെങ്കിൽ 10 കോടി വരെയൊക്കെ ഉള്ളതിന് ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ വേണ്ടി വരിക. അപ്പൊ ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി നമ്മുടെ PPT ഞാൻ ഷെയർ ചെയ്യാണ്. സാറേ PPT കാണാൻ മേലെ സാറേ? ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ് പ്രോജക്റ്റ് റിപ്പോർട്ട്, ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യാപാരത്തിന്റെ ബിസിനസ് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഒരു വ്യവസായം പോലെയുള്ള ഒരു യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു സേവനം ചെയ്യുന്ന ആ സേവന മേഖലകൾക്ക് വേണ്ടി പറ്റിയ ഒരു യൂണിറ്റ്, ആ രീതിയിലുള്ള ഏതിനും ഇത് ബാധകമാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ആദ്യമായിട്ടൊരു സമ്മറിയുണ്ട്. ഈ സമ്മറി ഒരു ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തിനെ പറ്റിയുള്ള പ്രോജക്റ്റ് ആണെന്നുള്ളതിനെ പറ്റി ഈ നട്ട്ഷെൽ എല്ലാ വിവരങ്ങളും അടങ്ങി. അതായത് ഇത് എവിടെ തുടങ്ങും, ഇത് ആര് തുടങ്ങും, എന്ത് പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണോ അത് കച്ചവടം ചെയ്യുകയാണോ, ഈ പ്രോഡക്റ്റ് എവിടെ മാർക്കറ്റ് ചെയ്യും, ഇതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ്, അതിനുള്ള ടെക്നോളജി എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളെല്ലാം ഒരു നട്ട് ഷെല്ലിൽ അതിനകത്ത് ഉണ്ടാകണം, ഈ സമ്മറിക്കകത്ത്. ഈ സമ്മറി
ഇതെല്ലാം മൊത്തത്തിലുള്ളതിൻ്റെ ഒരു ചുരുക്കമാണ്. ആയതുകൊണ്ട് തന്നെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയ ശേഷം വേണം ഈ സമ്മറി ഉണ്ടാക്കാൻ. അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ ആ സമ്മറി ഇത് എല്ലാം കൂടെ അടങ്ങുന്ന ഒരു സമ്മറിയാണ് എന്ന് പറയാം. അപ്പൊ സമ്മറിക്കകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാകണം, പക്ഷെ അത് ഏറ്റവും അവസാനം ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത്. അടുത്തുണ്ടാകുന്നത് ഇൻട്രഡക്ഷൻ. ഈ ഇൻട്രഡക്ഷനിലാണ് ഈ പ്രോജക്റ്റിനെ പറ്റി, എന്തിൻ്റെ പ്രോജക്റ്റാണ്, ഈ പ്രോജക്റ്റ് എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ഇതിന് ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണ്, ഈ വക കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയും. അങ്ങനെയുള്ളതാണ് ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രൊമോട്ടേഴ്സ് ഡീറ്റെയിൽസ്. ഈ പ്രൊമോട്ടേഴ്സ് ഡീറ്റെയിൽസിലാണ് ഇത് ആരാണിത് ഉണ്ടാക്കുന്നയാൾ, ഈ വ്യക്തി എന്തുമാത്രം പഠിച്ചതാണ്, ഇദ്ദേഹത്തിന് വല്ല സാങ്കേതികമായിട്ടുള്ള ജ്ഞാനമുള്ള ആളാണോ, ഇതുപോലുള്ള ബിസിനസ്സിൽ വല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രൊമോട്ടേഴ്സ് ഡീറ്റെയിൽസിൽ ഉണ്ടാകും. അടുത്തൊന്ന് പ്രോജക്റ്റ് ഡീറ്റെയിൽസ്. പ്രോജക്റ്റ് ഡീറ്റെയിൽസിൽ ഇതിനകത്തുള്ള മെയിൻ കാര്യങ്ങളെല്ലാം, മുമ്പ് പറഞ്ഞ മെയിൻ കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ഇത് എവിടുന്ന് ഫിനാൻസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഈ പ്രോജക്റ്റ് ഡീറ്റെയിൽസിനകത്ത് വരും. അടുത്തതാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു, അതെന്നാ കപ്പാസിറ്റി ഉള്ളൊരു മെഷീനാണ്. ആ കപ്പാസിറ്റി ഉള്ള മെഷീൻ്റെ 100% കപ്പാസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തൽക്കാലം എത്ര കപ്പാസിറ്റിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനുശേഷം പിന്നീട് ആ കപ്പാസിറ്റി കൂട്ടുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷനകത്ത് പറയുന്നത്. അടുത്തൊന്ന് ഫിനാൻഷ്യൽ അനാലിസിസ്. ഈ ഫിനാൻഷ്യൽ അനാലിസിസ് ഇത് ബിസിനസ് എന്തുമാത്രം സെയിൽസ് ഉണ്ടാവും, ടേൺ ഓവർ എന്തുമാത്രം ഉണ്ടാവും, ഇതിൻ്റെ കോസ്റ്റൊക്കെ എന്തുമാത്രം ഉണ്ടാകും, ഈ കോസ്റ്റും സെയിൽസും കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര, അതിനുശേഷം മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ എത്ര, ഇതെല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടാക്സോ അങ്ങനെ ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ട് എന്ത് നെറ്റ് പ്രോഫിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഫിനാൻഷ്യൽ അനാലിസിസ്, ഇതെല്ലാം ഇൻ സമ്മറി ആയിട്ട് ജസ്റ്റ് ഇത് വരേണ്ട കാര്യങ്ങളാണ്. അടുത്തത് ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഇൻട്രഡക്ഷൻ, അതിനകത്ത് എന്താണ് പറയാറുള്ളത് എന്ന് നമുക്കൊന്ന്, നമ്മൾ ഇൻട്രഡക്ഷനെ പറ്റി, ഇൻട്രഡക്ഷനിൽ വേണ്ട കാര്യം ഒന്നാമത് ഈ പ്രോജക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും വേണം. അത് മുമ്പ് പറഞ്ഞു. ഇത് ഈ പ്രോജക്റ്റ് എന്തിനാണ്, ഇത് ഇൻഡസ്ട്രി ആണോ, സെയിൽസ് ആണോ, സർവീസ് ആണോ, ഈ സർവീസ് ആണ് എന്ത് രീതിയിലുള്ള സർവീസാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആണ് എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതിനകത്ത് തന്നെ എത്ര ടൈപ്പ് യൂണിറ്റുകൾ നമ്മൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇത് വെറും ഒരു ട്രേഡിംഗ് ആണെങ്കിൽ എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് എവിടെയാണ് ട്രേഡ് ചെയ്യാൻ, ഇതെല്ലാം രണ്ടാമത്തെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ്. പ്രോഡക്റ്റ് അതാ ഞാൻ മുമ്പ് പറഞ്ഞ്, പ്രോഡക്റ്റ് എത്ര ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ട്, ഒറ്റ പ്രോഡക്റ്റ് മാത്രമാണ്, ആ പ്രോഡക്റ്റിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകാനായിട്ട് എന്തുമാത്രം സമയം വേണ്ടി വരും, ഈ പ്രോഡക്റ്റ് എവിടെയാണ് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇതിനകത്ത്. അടുത്ത ടേൺ ഓവർ, ഇതിന് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സേവനം അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപാരം, അത് എന്തുമാത്രം നമുക്ക് വിൽക്കാൻ പറ്റും, വിറ്റ് നമുക്ക് അതിൽ നിന്നുള്ള സെയിൽസ് എത്ര വരും, സെയിൽസ് അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് വരും. അപ്പൊ സെയിൽസ് എത്ര വരും, ഇതെല്ലാം ഇതിനകത്ത് ടേൺ ഓവറിൽ വരും. മറ്റൊന്നാണ് മീൻസ് ഓഫ് ക്യാപിറ്റൽ. ഇതിൻ്റെ ക്യാപിറ്റൽ എങ്ങനെയാണ്, ഇതിൻ്റെ പ്രൊമോട്ടർ എത്ര രൂപ ഇതിനകത്ത് ഇടും, ബാക്കി ഇതിന് ടേം ലോൺ എന്തുമാത്രം എടുക്കും, വർക്കിംഗ് ക്യാപിറ്റൽ എന്തുമാത്രം എടുക്കും, അല്ലെങ്കിൽ സാധനം ആൾക്കാരോട് കടമായിട്ട് വാങ്ങിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വല്ല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മീൻസ് ഓഫ് ക്യാപിറ്റൽ
വരാം. അത്രയാണ് ഇൻട്രഡക്ഷനിൽ വേണ്ടത്. അതെല്ലാം അതിനകത്തൊരു നട്ട്ഷെൽ കൊടുക്കേണ്ടതാണ്. അടുത്തതാണ് പ്രൊമോട്ടേഴ്സ് ഡീറ്റെയിൽസ്. പ്രൊമോട്ടേഴ്സ് ഡീറ്റെയിൽസിൽ പ്രൊമോട്ടറുടെ പേരുണ്ടാകും, നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ പ്രൊമോട്ടർ ഈ ഏത് പേരിലാണ് ഈ സ്ഥാപനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു ബ്രാൻഡ് നെയിമിലാണ് ഈ സാധനം ഉണ്ടാക്കണമെങ്കിൽ ആ പേരിലാണ് സ്ഥാപനം വരുന്നെങ്കിൽ അതൊരു പ്രൊപ്രൈറ്റർഷിപ്പ്. അതിന് പ്രത്യേകം എന്തെങ്കിലും പേര് കൊടുക്കുന്നുണ്ടോ, ആ പേരെന്താ, ആ കാര്യങ്ങളെല്ലാം ഇതിനകത്ത്. ഈ പ്രൊമോട്ടർക്ക് വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അദ്ദേഹം സാങ്കേതികമായി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന് എന്തുമാത്രം എക്സ്പീരിയൻസ് ഈ ഫീൽഡിനുണ്ട്, അദ്ദേഹം തന്നെയാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങളും അറിയാൻ ഈ എഡ്യൂക്കേഷൻ അദ്ദേഹത്തെ സംബന്ധിച്ച് സഹായിക്കും. മറ്റൊന്നാണ് എക്സ്പീരിയൻസ്. എന്തുമാത്രം എക്സ്പീരിയൻസ് ഉണ്ട്. ഇയാൾ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഇതുപോലൊരു കമ്പനി ജോലി ചെയ്തിരുന്ന ആളായിരിക്കാം. ആ എക്സ്പീരിയൻസ് വെച്ചായിട്ടായിരിക്കും അദ്ദേഹം സ്വന്തമായ ഒരു സംഗതി തുടങ്ങും. അപ്പൊ അദ്ദേഹത്തിന്റെ പരിചയം, പ്രവൃത്തി പരിചയം എന്തുമാത്രം ഉണ്ടെന്ന് അറിയുന്നുണ്ട്. അടുത്ത ഒരു ഹെഡാണ് ഇതിന്റെ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്. കോസ്റ്റ് ഓഫ് പ്രോജക്റ്റിനകത്ത് മെയിനായിട്ട് 2 തരമാണ് വരുന്നത്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ, അതായത് സ്ഥിരം ആസ്തി കരസ്ഥമാക്കാൻ വേണ്ടി അദ്ദേഹം ചെലവാക്കുന്ന തുക. സ്ഥിരം ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഒരു കെട്ടിടം പണിയുന്നുണ്ടാകും, ഒരു ഷെഡ്, അതിനു വേണ്ടിയിട്ടുള്ള ചെലവ് എത്ര വരും. അല്ലെങ്കിൽ അതിന് മെഷീനറി വാങ്ങുന്നു, ആ മെഷീനറിക്ക് വേണ്ടിയിട്ട് ചെലവെന്താ. അദ്ദേഹം പിന്നെ ഈ ഉത്പാദനം തുടങ്ങുന്നവരെയുള്ള മറ്റ് ചെലവുകൾ എത്രയാണ്. ഇങ്ങനെയുള്ളതെല്ലാം ഈ ഫിക്സഡ് ക്യാപിറ്റലിനകത്ത് വരേണ്ടത്. അതാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, വർക്ക് ഷെഡ്, വർക്ക് ഏരിയ, ഇതിന് ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിന്റെ ചെലവ്, ഇങ്ങനെയുള്ളതെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൃത്യമായി കൊടുക്കണം. അതിന് വരുന്ന ചെലവ് എത്രയാണ് അതും ഇതിനകത്ത് കാണാം. രണ്ടാമത്തത് മെഷീനറി. ആ മെഷീനറിയുടെ കോസ്റ്റ് എവിടെയാണ്, ഈ മെഷീനറി ഇമ്പോർട്ട് ചെയ്യുകയാണ്, അത് ഇവിടെ തന്നെ മേടിക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയണം. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് എത്രയാണ്, അതിനിപ്പോൾ GST പോലുള്ള വരുന്നത് എന്താണ്, ഈ മെഷീനറി കൊണ്ടുവന്ന ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ചെലവ് എന്തുമാത്രം, ഇങ്ങനെയുള്ളതെല്ലാം അതിനകത്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും. മറ്റൊന്നാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് മുമ്പ് പറഞ്ഞു. അതായത് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ചെലവുകൾ, അല്ലെ ലൈസൻസ് എന്തെങ്കിലും എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെലവ്, അതെല്ലാം ഇതിനകത്ത് വരാം. ലീഗൽ ചാർജ്, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ലൈസൻസ് എടുക്കണോ അല്ലെങ്കിൽ നിയമസഹായം ആവശ്യമുണ്ടോ, അതിനുള്ള എല്ലാ നിയമപരമായ ചെലവുകൾ വല്ലതും ഉണ്ടെങ്കിൽ, ട്രേഡ് മാർക്ക് വല്ലതും വേണമെങ്കിൽ ആ ട്രേഡ് മാർക്കിന്റെ ചെലവ്, ഇങ്ങനെയുള്ളതെല്ലാം പ്രിലിമിനറി എക്സ്പെൻസ് എന്ന രീതിയിലുള്ള ചെലവാണ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഉത്പാദനം തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന ആ ചെലവുകളെല്ലാം പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയും. അടുത്തത്, ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിന് എങ്ങനെയായാലും കുറെ ഫർണിച്ചർ, എക്യുപ്മെന്റ്സ്, ഇപ്പാണ് കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള പല സ്ഥാപനം ഇന്നും വേണം, അതിന് വേണ്ട ചെലവുകൾ എത്രയാണ്. ഇതെല്ലാം ഓരോ സ്ഥിര ആസ്തിയാണ്. അത് എപ്പോഴും കൈമറിയുന്നതല്ല, അത് ഒരിക്കൽ മുടക്കി കഴിഞ്ഞാൽ അത് കുറെ കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ളതെല്ലാമാണ് ഫിക്സഡ് ക്യാപിറ്റൽ. ഈ എക്സ്പെൻസ് എല്ലാം ഇതിനകത്ത് കാണും. ഇതുകൂടാതെ കണ്ടിൻജൻസി എക്സ്പെൻസ്, ഇതൊന്നും അല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയി എന്തെങ്കിലും ചെലവുകൾ നമുക്ക് വരികയാണെങ്കിൽ അത് കണ്ടിൻജൻസി എക്സ്പെൻസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലെങ്കിൽ ഭയങ്കര ഉണക്കുണ്ടായി, അല്ലെങ്കിൽ കോവിഡ് പോലുള്ള മഹാമാരി, ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്പെൻസ് വന്നാൽ അതിനെല്ലാം കണ്ടിൻജൻസി എക്സ്പെൻസ് ആയിട്ട്. അത് റവന്യൂ എക്സ്പെൻസ് അല്ല, അത് ഒരു ഫിക്സഡ് ഇതായിട്ട് അതിനെ കണക്കാക്കും. ഇത്രയാണ് ഫിക്സഡ് ക്യാപിറ്റൽ ഇതിനകത്ത് കാണിക്കേണ്ടത്. അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ പ്രവർത്തന മൂലധനമാണ്. അതായത് ഇത് പ്രവർത്തിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ചെലവ്. അപ്പോൾ ഇതിനുള്ള റോ മെറ്റീരിയൽ മേടിക്കണമെങ്കിൽ ആ റോ മെറ്റീരിയലിന്റെ ചെലവ്, ആ റോ മെറ്റീരിയൽ നമ്മൾ പ്രോഡക്റ്റ് ആക്കിക്കൊണ്ട് അത് വിൽക്കുക, അതിവിടെ സ്ഥിരമായി നിൽക്കുകയല്ല, അതിങ്ങനെ ടേൺ ഓവർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളതാണ്. അതിന് വേണ്ട ചെലവുകളൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ.
അതിനകത്ത് വരുന്നത് സാധനം റോ മെറ്റീരിയൽ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ചിലവ് എന്തൊക്കെയാണ്, എന്ത് റോ മെറ്റീരിയലാണ്, അത് എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, ഇതെല്ലാം റോ മെറ്റീരിയൽ ചിലവ്, അതിൻ്റെ ചിലവ് എത്രയാണ്. പിന്നെ വേജസ്, ഈ യൂണിറ്റ് റൺ ചെയ്തുകൊണ്ട് പോകാൻ എത്ര തൊഴിലാളികൾ വേണം, എത്ര ടെക്നീഷ്യന്മാർ വേണം, അവർക്കെല്ലാം വേണം കൊടുക്കുന്ന വേജസ്, അതാണ് മറ്റൊരു എക്സ്പെൻസ്. മറ്റൊന്നാണ് ഇതിന് വേണ്ട ഇലക്ട്രിസിറ്റി പവർ. ഇനി വേറെ വല്ല ഫ്യൂവൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഗ്യാസോ അങ്ങനെയുള്ള വല്ല ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത്, അതിന് വേണ്ട ചിലവ്. ഈ സോളാർ എനർജി ഉപയോഗിക്കുന്ന അതിന് വേണ്ട ചിലവ്, അതെല്ലാം ഫ്യൂവൽ എക്സ്പെൻസ്. മറ്റൊന്ന്, ഏത് ഇതായാലും എന്തെങ്കിലും ഒരു റിപ്പയേഴ്സ് എല്ലാം മെയിൻ്റനൻസ് വേണ്ടി വരും, അതിന് വേണ്ടി വരുന്ന ചിലവ്. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ചിലവ് വരുന്നതാണ്. അതിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനെല്ലാം വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കാണിക്കാം. ഇത് എല്ലാം കൂടെ കൂടുന്നതാണ് പ്രസന്റ് പ്രോജക്റ്റ് കോസ്റ്റ്. അത് പ്രസന്റ് മാർക്കറ്റ് പ്രൈസിലുള്ള കോസ്റ്റ് ആയിരിക്കും. ഇത്രയാണ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ആയിട്ട് ഏതാണ്ട് ഒരു വേണ്ട കാര്യങ്ങൾ. ഇതൊന്നും മാത്രമല്ല, ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ട ഫിനാൻസ്. ആ ഫിനാൻസിന് വേണ്ട കാര്യം, ഇതിനകത്ത് ഇതിൻ്റെ പ്രൊമോട്ടർ എന്തുമാത്രം, അല്ലെ ഇതിൻ്റെ ഓണർ എന്തുമാത്രം തുക ഇതിനകത്ത് ക്യാപിറ്റലായിട്ട് ഇടുന്നുണ്ട്, അത് ദാറ്റ് ഈസ് ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ. അത് ഇതിനകത്ത് ഒരു ഫിനാൻസ് മീൻസാണ്. അത് കൃത്യമായിട്ട് കാണണം. ഇത് കൂടാതെ ബാങ്കിൽ നിന്ന് എന്തുമാത്രം ഫിനാൻസ്, ബാങ്കിൽ നിന്നുള്ള ഫിനാൻസ് ഉണ്ട്. ഇനി ഇത് വല്ല ലിമിറ്റഡ് കമ്പനികളൊക്കെ ആണെങ്കിൽ അവർക്ക് പബ്ലിക്കിൽ നിന്ന് ഷെയർ എടുക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആ ക്യാപിറ്റലിനകത്ത് വരാം. ഇത് ഒന്നുമല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ്. ടേം ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ആ ടേം ലോൺ, വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി എടുക്കുന്ന ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ OD അല്ലെങ്കിൽ OCC അങ്ങനെ വേണ്ടി എടുക്കുന്നുണ്ട്. അത് ഇതെല്ലാം എന്തുമാത്രം എന്നുള്ളതെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് വേണം. അപ്പൊ അതിൽ ബാങ്ക് ഫിനാൻസിൽ തന്നെ ഇതാണ് ഫിക്സഡ് ലോൺ എന്ന് പറയുന്നത്. ടേം ലോൺ, എന്തെങ്കിലും സ്ഥിരാസ്തി, ഇത് മെഷീനറി അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ട ചിലവ്, അതെല്ലാം ഫിക്സഡ് ലോൺ എന്ന് പറയും. മറ്റേ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ട ചെലവിന് വേണ്ട പണം, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്. അപ്പൊ അത്രയും അതിനകത്ത് കൃത്യമായിട്ട് വരും. അതായത് ഫിക്സഡ് ലോണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്, ഇതാണ് ഫിനാൻസ് എന്ന് പറഞ്ഞു കൊടുക്കുക. മറ്റൊന്നാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇത് മെയിനായിട്ട് വരുന്നത് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾക്കാണ് മെയിനായിട്ട് വരുന്നത്. അല്ലാത്തതിന് അധികം ഡിപ്രീസിയേഷൻ വരുന്നില്ല. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് വർക്ക് ഷെഡ് ഉണ്ടെങ്കിൽ അതിന് 10% കൊടുക്കുക. അതാണ് ഒരു അക്സെപ്റ്റഡ് റേറ്റ്, അതാണ് 10%. മെഷീനറിയൊക്കെയാണ് 15%, അതാണ് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ്. ഈ റേറ്റ് വെച്ചുള്ള തുക നമുക്ക് ഇതിൻ്റെ എക്സ്പെൻഡിച്ചറായിട്ട് എഴുതി കോസ്റ്റിൽ ആഡ് ചെയ്യാം. അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ മെഷീനറി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കാലത്തിനൊരു പരിധി ഉണ്ടാവും, അതിന് തേയ്മാനം ഉണ്ടാവും. അപ്പം അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ആണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ്. ആ ഡിപ്രീസിയേഷൻ ഇതിനകത്ത് കൊടുക്കാം. അടുത്തൊന്നാണ് ഷെഡ്യൂൾ ഓഫ് സെയിൽസ്, അതായത് ടേൺ ഓവർ. ഈ യൂണിറ്റ് എന്തുമാത്രം ടേൺ ഓവർ ചെയ്യും എന്നുള്ളതിനെ പറ്റി. ഞാൻ ഈ പറയുന്നതിനെ പറ്റിയുള്ള ഈ സ്ലൈഡിലുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേണം അതിനകത്ത് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവസാനം അതിനെ പറ്റി സംസാരിക്കാം. ഷെഡ്യൂൾ ഓഫ് സെയിൽസ്, അതിനകത്ത് എത്ര തരം പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുക, ആ പ്രോഡക്റ്റ് എത്ര രൂപ വെച്ചാണ് ഇത് കൊടുക്കുന്ന ഒരു യൂണിറ്റ്, അതുപോലെ എത്ര യൂണിറ്റ് ഉണ്ട്, അപ്പം എത്ര യൂണിറ്റ് എത്ര റേറ്റിന് കൊടുത്താൽ ടോട്ടൽ സെയിൽസ്. അപ്പൊ ഇതിങ്ങനെ ഓരോ പ്രോഡക്റ്റുകൾ കൃത്യമായിട്ട് ഇതിനകത്ത് അതാണ് ഷെഡ്യൂൾ ഓഫ് സെയിൽസ്. ഇതിനകത്ത് ഇതിൽ നിന്നുള്ള സം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ടോട്ടൽ സെയിൽസ് എന്തുമാത്രമാണ് ഈ യൂണിറ്റ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്താനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം ഈ പ്രോജക്റ്റ് ഉണ്ടാകും. അടുത്ത ഒന്നാണ് മുമ്പ് നമ്മൾ പറഞ്ഞ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. എന്തുമാത്രം കപ്പാസിറ്റിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, അതായത് ഒരു മണിക്കൂർ വർക്ക് ചെയ്യാനായിട്ട് എത്ര യൂണിറ്റ് പവറാണ് വേണ്ടി വരുന്നത്, അങ്ങനെ അല്ല ഒരു മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അതിന് വേണ്ട വർക്കിംഗ് ഹവർ എത്രയാണ്, അതിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ, അങ്ങനെ ഉള്ളത് കൃത്യമായിട്ട്
ഇവിടെ ഇത് എഴുതി വെച്ച ഇതിന്റെ ടോട്ടൽ എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം പ്രൊഡക്ഷൻ ഉണ്ടാവും, ഒരു ദിവസം എന്തുമാത്രം പ്രൊഡക്ഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ. അതങ്ങനെയാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. അതായത് 100% കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്താൽ എന്തുമാത്രം വരും. ഇനി നമ്മളിപ്പോൾ 100% ഇല്ല, 75% ഉള്ളതുണ്ടെങ്കിൽ അപ്പം അത് എന്തുമാത്രം വരും. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഇത് വെച്ച് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. ഇതൊക്കെ നിർബന്ധമുള്ള കേസുകളല്ല, പക്ഷെ നമുക്ക് കൊടുത്താൽ നല്ലതാണ്. അതാണ് ഇതിനകത്ത് എത്ര കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആദ്യത്തെ കൊല്ലം, അടുത്ത കൊല്ലങ്ങളിലെല്ലാം കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഇതിനുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കും. ഇനി ഉള്ള ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതായത് നമ്മുടെ പ്രവർത്തനം, വർക്കിംഗ് ക്യാപിറ്റൽ വരുന്ന കോസ്റ്റുകൾ, ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ട ചെലവ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് വരുന്ന എന്തൊക്കെയാന്ന് നമുക്ക് ഒന്ന് റോ മെറ്റീരിയൽ, ഇതിന് വേണ്ട റോ മെറ്റീരിയലിന് എന്തുമാത്രം ചെലവ്, അത് ഓരോ ഐറ്റമായിട്ട് വേണേ എഴുതാം. എന്തെല്ലാം മെറ്റീരിയലാണ് വാങ്ങിക്കുന്നത്, അതിന്റെ റേറ്റ് എത്ര യൂണിറ്റാണ്, അതിന്റെ ടോട്ടൽ എത്ര. അപ്പം ടോട്ടൽ റോ മെറ്റീരിയലിന്റെ ചെലവ് എത്രയാണെന്ന് അസസ് ചെയ്യാൻ പറ്റും. അടുത്തൊന്ന് ഇതിനകത്ത് തൊഴിലാളികൾ ഉണ്ടാവും, തൊഴിലാളികൾക്ക് വേജസ് എന്തുമാത്രമാണ്, എന്തുമാത്രം വേജസ് ടോട്ടൽ ഇതിന്, അത് കൃത്യമായിട്ടുണ്ടാകും. മറ്റൊന്നാണ് എത്ര ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. ഈ വേജസിന് വേണ്ട ഇത് അസസ് ചെയ്യാനായിട്ട് ഓപ്പറേറ്റേഴ്സ് എത്ര പേര്, അതിന് ടോട്ടൽ കൂലി എത്ര വരും. അടുത്തൊന്നാണ് ഈ ഇതുപോലുള്ള ഓപ്പറേറ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പേഴ്സ് വേണമെങ്കിൽ ആ ഹെൽപ്പേഴ്സ് എത്ര പേര്, അവർക്ക് വരുന്ന വേജസ് ചിലവ് എത്രയാണ്. പിന്നെ മുമ്പ് പറഞ്ഞ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, അത് ഓപ്പറേറ്റീവ് കോസ്റ്റിൽ വരുന്നത്, അത് ഇതിനകത്ത് കൊടുക്കാം. പവർ ആൻഡ് ഫ്യൂവലിന് എന്തുമാത്രം ചെലവ്, എത്ര യൂണിറ്റ് പവർ ഉപയോഗിക്കും, മറ്റു ഫ്യൂവൽസ് ഉപയോഗിക്കുന്നുണ്ട് അതെന്തുമാത്രം ഉപയോഗിക്കും, അതെല്ലാം കൂടെ ടോട്ടൽ എത്ര ചെലവ് വരും. ഇനി ഇതിൻ്റെ എല്ലാം ഓവർഹെഡ് എക്സ്പെൻസ്, മറ്റ് എക്സ്പെൻസസ് എന്തെല്ലാം, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, അങ്ങനെയുള്ള കാര്യം അതിനകത്ത് വരുന്നതെല്ലാം കൂടെ ഉള്ള ചെലവാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വേജസ് എന്ന് പറയുന്നതിനകത്ത് ഈ ഓപ്പറേറ്റേഴ്സിന്റെ കോസ്റ്റുകൾ വരുന്നില്ലേ? വേജസ് എന്ന് പറയണേ അതാണ് വേജസിന്റെ ഒരു സബ് ഹെഡ് പോലെയാ സാറേ, ഓപ്പറേറ്റേഴ്സിന്റെയും ഹെൽപ്പേഴ്സിന്റെയും. അല്ല അതെല്ലാം കൂടിയല്ലേ വേജസിൽ വരുന്നേ? അതെല്ലാം കൂടെ വേജസ് ആണ്, സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് പറയുന്നത്. അതിന്റെ ഒരു സബ് ഹെഡ് കൊടുത്താൽ നല്ലതാണ്. ഇനി അതെല്ലാം മൊത്തം കൊടുത്താലും മതി. ശരി സാർ, ഓക്കെ. അതിനകത്ത് 2 കാറ്റഗറി വരാം. ഇതിന്റെ ടെക്നീഷ്യൻ എത്ര പേര് വരും, അതിന്റെ ഹെൽപ്പേഴ്സ് എത്ര വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വേറെ ഒരുത്തിനും ഡൗട്ട് വരുന്നത് എല്ലാം ക്ലിയർ ആയിരിക്കണം. ഓക്കെ. ഇനി അടുത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അപ്പൊ ഇതുവരെയുള്ളത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റും അതിനുള്ള ഓപ്പറേറ്റീവ് ആയിരുന്നു. ഇനി അടുത്തുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിലാണ് ഈ വർക്കേഴ്സും ലേബേഴ്സും ടെക്നീഷ്യനും എല്ലാം ഓപ്പറേറ്റീവ് ഇതിനകത്താണ് വരും. മറ്റേ എംപ്ലോയീസും മറ്റുള്ളവരുണ്ടെങ്കിൽ, ഓഫീസ് മെയിൻ്റനൻസിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിലാണ്. അപ്പൊ അവർക്ക് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ സാലറി എത്ര, മറ്റ് ചെലവ്, മറ്റ് അതർ എക്സ്പെൻസ്, ടെലിഫോൺ ഉണ്ടെങ്കിൽ ടെലിഫോൺ എത്രയാണ്, അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേഷനറി വല്ലതും മേടിക്കുന്നുണ്ട് ആ സ്റ്റേഷനറിയുടെ ചെലവ് എന്താണ്, പിന്നെ അങ്ങനെയുള്ള ചെലവുകളെല്ലാം വരും. ഇതെല്ലാം അല്ലാത്തത്, മറ്റ് ഓപ്പറേറ്റീവ് അല്ലാത്ത ചെലവ് എന്തുണ്ട്, അതെല്ലാം കൂടെ അതർ എക്സ്പെൻസിന്റെ ഹെഡുകളാണെന്ന്. സ്റ്റേഷനറി, ഏതെങ്കിലും സ്റ്റേഷനറി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അടുത്തൊന്ന് എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മിക്കവാറും ഇപ്പൊ എല്ലാ കാര്യത്തിനും എന്ത് കാര്യം ചെയ്താലും അഡ്വർടൈസ്മെന്റ് വേണം. അഡ്വർടൈസ്മെന്റിന്റെ ചെലവ് എന്താണ്, അതുപോലെ തന്നെ റെന്റ് എത്രയാണ്, ഓഫീസിന്റെ റെന്റ് അതിന്റെ ചെലവ് എത്രയാണ്, മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ടെലിഫോൺ എക്സ്പെൻസ് എത്ര വരും, പിന്നെ വല്ല പോസ്റ്റൽ അല്ലെങ്കിൽ കൊറിയർ ചെലവുണ്ടെങ്കിൽ അതിന്റെ ചെലവ് എത്രയാണ്. ഇങ്ങനെയുള്ള എല്ലാം മറ്റുള്ള എല്ലാം കൂടെ ഈ ഓഫീസ് കാര്യങ്ങളുമായിട്ടുള്ള ചെലവുകളെല്ലാം കൂടെ ഇതിനകത്ത് വരും. അത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയും. ടോട്ടൽ ഇതില് കമ്മീഷൻ വരില്ലേ സാറേ? കമ്മീഷൻ വരില്ലേ അല്ലേ ഇതില്? കമ്മീഷൻ ഇംഗത്തിലല്ലേ വരിക മാഡം? ഇയാൾക്ക് കിട്ടുന്ന കമ്മീഷനാണോ അതോ കമ്മീഷൻ ഇദ്ദേഹം വല്ല കമ്മീഷന് വേണ്ടിയിട്ട് വല്ല ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇംഗത്തിൽ വരും.
കമ്മീഷൻ അദ്ദേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് ചെലവിൽ വരും. കമ്മീഷന്റെ ചെലവുണ്ടെങ്കിൽ അത് ഇതിനകത്ത് വരണം. അതാ ഞാൻ ചോദിച്ചത്. അതും ഇതിനകത്ത് വരും. അതാ ഞാൻ എക്സെട്ര എന്ന് പറഞ്ഞു. ഞങ്ങൾ പല ചെലവുകൾ വരും. ഓരോ ബിസിനസ്സിനും ഓരോ ടൈപ്പിലായിരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും പേര് കൊടുത്തിട്ടില്ല. അത് എന്തൊക്കെയാണോ അതെല്ലാം അതിനകത്ത് പെടുത്താം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു മാഡം. ഇൻട്രസ്റ്റ് ഇതിൽ വരുന്നില്ലേ? ഇൻട്രസ്റ്റ് വരും. ബാങ്കുകൾ വല്ല GST എടുക്കുന്നുണ്ട്, സർവീസ് ചാർജ് എടുക്കുന്നുണ്ട്, അത് വരും. ബാങ്ക് ചാർജ് എല്ലാം വരും. ഇങ്ങനെയുള്ളതെല്ലാം വരും അതിനകത്ത്. ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇതെല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തണം. ഇതുവരെയുള്ള ഓപ്പറേറ്റീവിന്റെ എല്ലാം കൂടെ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തും. ഫിനാൻഷ്യൽ അനാലിസിസ് നടത്താനായിട്ട് ചില പേപ്പേഴ്സ് ഉണ്ട്. ആ പേപ്പേഴ്സ് എന്തൊക്കെയാ? പ്രധാനപ്പെട്ട നമ്മുടെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പേരെന്താണ്? എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് തന്നെ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഇതിനകത്ത് ഈ പ്രോജക്റ്റിൽ കൃത്യമായിട്ടുണ്ടാകണം. അതായത് ഇതിനകത്ത് വല്ല ടേം ലോൺ വരുന്ന കേസാണെങ്കിൽ അടുത്ത 5 കൊല്ലത്തെ റീപേയ്മെന്റ് ഉള്ളതാണ്. 5 കൊല്ലം വരേക്കുള്ളതിന്റെ ഫിനാൻഷ്യൽ പേപ്പേഴ്സ് വേണം. നേരെ മറിച്ച് ഒരു ടേം ലോൺ ഒന്നും വരുന്നില്ല, ഇത് 1 കൊല്ലത്തേക്ക് മാത്രമുള്ള വരുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ്, 1 കൊല്ലം അല്ലെ 2 കൊല്ലത്തെ മാത്രം കൊടുത്താൽ, അല്ല കൂടുതൽ പീരീഡിലേക്കുള്ളതാണ്, എത്ര കൊല്ലത്താണോ അത്രയും കൊല്ലത്തിന്റെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത് ഈ മുമ്പ് പറഞ്ഞ മാനുഫാക്ചറിങ് കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ പവർ ആൻഡ് ഫ്യൂവൽ, വേജസ്, അതിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. പിന്നെ നമുക്ക് ഇങ്ങേ സൈഡിൽ സെയിൽസ് എന്ന് മാത്രം വരും. ആ സെയിൽസ് എന്ന് നമുക്ക് എന്ന് മാത്രം ഇൻകം കിട്ടും. ഇത് നമ്മുടെ കോസ്റ്റ് എത്ര വരും? മാനുഫാക്ചറിങ് കോസ്റ്റ്. അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. നമ്മൾ മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ അതെന്ത് മാത്രമാണ് വരും? അതായത് അതിനകത്ത് വരുന്ന സാലറി, പോസ്റ്റേജ്, സ്റ്റേഷനറി, ഇൻട്രസ്റ്റ്. ഇതാകുമ്പോൾ മാഡം പറഞ്ഞ ബാങ്കിന്റെ ഇൻട്രസ്റ്റ്, മറ്റ് സർവീസ് ചാർജ് ഉണ്ടെങ്കിൽ അതെ, ഇതെല്ലാം ഇതിനകത്ത് കൊടുത്തു. അഡ്വർടൈസ്മെന്റിന് ചാർജ് ഉണ്ടെങ്കിൽ അതെ, ഇതെല്ലാം കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. ഇപ്പം ഇത് സെയിൽസ്, ഇത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അപ്പം വരുമ്പോൾ അതിന്റെ ടോട്ടൽ കോസ്റ്റ് വരും. സെയിൽസിന് ഈ ടോട്ടൽ കോസ്റ്റ്, സെയിൽസ് നമ്മുടെ ഇൻകം വരും, അതിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ്. അതിന് വല്ല ടാക്സ് കൊടുക്കും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ടാക്സ് കൊടുക്കുന്നുണ്ട്, ടാക്സും കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്. ഈ 2 സൈഡും അറിയാമല്ലോ, 2 സൈഡും ടാലി ആവും. ടാലി ആവുമ്പോൾ ഓക്കെ, നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ട്. ഓക്കെ, ഇനി പി ആൻഡ് എൽ അക്കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരെണ്ണം വേണം. അതെന്താണ്? നമ്മുടെ അസറ്റ് ലയബിലിറ്റി ഡീറ്റെയിൽസ്, ദാറ്റ് ഇസ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന് ഒരു സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ ക്യാപിറ്റലും പ്രോഫിറ്റും, റൈറ്റ് സൈഡിൽ വരുന്ന നമ്മുടെ ആസ്തികൾ എന്തുമാത്രം, നമ്മുടെ അസറ്റ്സ് എന്തുമാത്രം. അത് ഫിക്സഡ് അസറ്റ് എത്രയുണ്ട്, അതായത് നമ്മളെ റെഗുലർ എക്സ്പെൻസ് അല്ലാത്ത പ്രിലിമിനറി എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര വരും. കറണ്ട് അസറ്റ്, അതായത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ചെലവിന് വേണ്ടിയിട്ടുള്ള അസറ്റുകൾ, ആ അസറ്റുകൾ എന്തുമാത്രം. അതായത് നമ്മൾ മേടിച്ച റോ മെറ്റീരിയലിന്റെ വല്ല സ്റ്റോക്കായിട്ട് കയ്യിലുണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് വിൽക്കാതെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം കറണ്ട് അസറ്റ്. പിന്നെ നമ്മുടെ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ്. ഇത്രയും ആണ് അസറ്റ് സൈഡ്. മറ്റേത് ലയബിലിറ്റി സൈഡ്. രണ്ടും ടോട്ടൽ ഈസ് ദാറ്റ് ഈസ് ബാലൻസ്. ഇത്രയും ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം ഏതാണ്ട് പൂർത്തിയായി. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബാലൻസ് പ്രോജക്റ്റ് റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് വേണ്ടത്. ഇനി നല്ല പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് പല കാര്യങ്ങളും കൊടുക്കാം. ചിലരൊന്നും പ്രോജക്റ്റ് റിപ്പോർട്ടിന് കാണില്ല. പക്ഷെ നല്ലൊരു പ്രോജക്റ്റ് റിപ്പോർട്ടിന്, അല്ലെങ്കിൽ ഇത് അസസ് ചെയ്യാൻ ഭയങ്കര അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് റേഷ്യോ അനാലിസിസ്. ആ റേഷ്യോസ് കൊടുക്കുന്നതും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ നല്ലതാണ്. അതിനായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം നമുക്ക് ലിക്വിഡ് ഫണ്ട് ഉണ്ട്.
നമ്മുടെ ആസ്തി ലിക്വിഡ് ആയിട്ടുള്ള എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്കറിയാം. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിന് ലിക്വിഡ് റേഷ്യോ വളരെ അത്യന്താപേക്ഷിതം. അതിന് പ്രധാനപ്പെട്ട റേഷ്യോ ആണ്. എല്ലാ റേഷ്യോ ഒന്നും ഇവിടെ ഞാൻ പറയുന്നില്ല, ചിലത്. കറണ്ട് റേഷ്യോ, കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്, ദാറ്റ് ഈസ് കറണ്ട് റേഷ്യോ. ഇത് എന്തെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് വേണമെങ്കിൽ കറണ്ട് റേഷ്യോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കറണ്ട് റേഷ്യോ നോക്കിയിട്ടാണ് ഇദ്ദേഹത്തിന് എന്തുമാത്രം ഫിനാൻസ് ചെയ്യാം എന്ന് ബാങ്കുകൾ അസസ് ചെയ്യും. അതിൻ്റെ അകത്തെ കറണ്ട് റേഷ്യോ ഏറ്റവും ഐഡിയൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1. 2 ആസ്തി ഉണ്ടെങ്കിൽ അതിന് ഒരു നമ്മുടെ ബാങ്ക് ഫിനാൻസിലെ ലൈബിലിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് 2:1. പിന്നെ 1.33:1 വരെ വേണമെങ്കിൽ ബാങ്കിൽ പറഞ്ഞു, പക്ഷെ ഐഡിയൽ ഈസ് 2:1. 2:1 ഉള്ളതാണ്. ലാഭം കൂടണമെന്നാണ് അർത്ഥം. ലാഭം കൂടുതൽ ഉണ്ടാകണമെന്നാണ്. ലാഭമല്ല സാറേ, ഇത് ആസ്തി, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. നമ്മുടെ ലയബിലിറ്റി കുറഞ്ഞിരിക്കണം. അതായത് എന്ന് വല്ലവരോടും കടം വാങ്ങിച്ച് മാത്രം നമ്മുടെ ആസ്തി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കയ്യിലുള്ള ആസ്തി ഉണ്ടാകണം. നമ്മുടെ 2 എങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. 2:1 അതാണ് കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോ വളരെ പ്രധാനപ്പെട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി അടുത്തൊരു റേഷ്യോ ആണ് ലിവറേജ് റേഷ്യോ. അതായത് ഇദ്ദേഹത്തിന് എന്തുമാത്രം ആസ്തി ഉണ്ട്, എന്തുമാത്രം കടമുണ്ട് എന്നറിയാനായിട്ട്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ മീൻസ് ലോങ് ടൈം ഡെറ്റ് ഡിവൈഡഡ് ബൈ ടാഞ്ചിബിൾ നെറ്റ് വർത്ത്. ഇദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി എത്രയുണ്ട്, ഈ ആസ്തി എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ബാധ്യതയെ ആസ്തി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു റേഷ്യോ, ദാറ്റ് ഈസ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. കടം എത്രയാണ്, ഇക്വിറ്റി എത്രയാണ്. ബിസിനസ്സിന് അല്ലാത്ത അയാളെ സ്വന്തം പ്രോപ്പർട്ടി ഇതിൽ വരുമോ? സ്വന്തം പ്രോപ്പർട്ടി ഇതിൽ വരുമോ? അദ്ദേഹത്തിന്റെ ആസ്തിയില് അദ്ദേഹത്തിന്റെ ആസ്തി ബിസിനസ്സിന് ഉപയോഗിക്കുന്നത് മാത്രമേ ഇതിനകത്ത് വരൂ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഒന്നും ഇതിനകത്ത് വരില്ല. ഓക്കെ, ഇതിന് ബിസിനസ് അസറ്റിന്റെ കാര്യമായി പറയാം. ബിസിനസ് അയാളുടെ പേഴ്സണൽ ഒന്നും ഇതിനകത്ത് കയറി വരില്ല. ഈ ബിസിനസ്സിന് വേണ്ടി പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന അസറ്റ് ഉണ്ടെങ്കിൽ അത് വരും അല്ലെ? പ്ലഡ്ജ് ചെയ്യുന്നല്ല സാറേ, ഈ ബിസിനസ്സിന് വേണ്ടി അങ്ങേര് ഉണ്ടാക്കിയിട്ടുള്ള അസറ്റ്. ഇദ്ദേഹം മെഷീനറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അസറ്റാണ്. ഇദ്ദേഹം റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന്റെ അസറ്റാണ്. അങ്ങനെയുള്ള അസറ്റ് അല്ല, ഇങ്ങനെയുള്ള ഇതെല്ലാം. അതാണ് ടാഞ്ചിബിൾ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആസ്തിയിൽ നിന്നും ഇയാളുടെ ബാധ്യത കുറച്ചിട്ടുള്ളതാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അപ്പം ലോങ് ടൈം ഡെറ്റ് ഡിവൈഡഡ് ബൈ ടാഞ്ചിബിൾ നെറ്റ് വർത്ത്, അതിനെ ആകുമ്പോൾ അതാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഇയാളുടെ ബാധ്യത, സ്വന്തം ഇക്വിറ്റി ക്യാപിറ്റൽ, ഇത് രണ്ടും കൂടെയാണ് എടുത്തു കഴിയുമ്പോൾ ഒരു റേഷ്യോ കിട്ടും. 2:1 ആയിരിക്കും. ബെഞ്ച് മാർക്ക് 3:1 വരെ. ഈ ഒരു റേഷ്യോ മിക്കവാറും ഒക്കെ നോക്കാറുണ്ട് ബാങ്ക്. ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അറ്റ്ലീസ്റ്റ് 2 എങ്കിലും ഉണ്ടാകും. അപ്വേർഡ് ആയാൽ കുഴപ്പമില്ല, താഴേക്ക് പോകാൻ പാടില്ല. അല്ല, താഴേക്ക് പോവാം, അപ്വേർഡ് പോകാൻ പാടില്ല. ലോങ് ടൈം ഡെറ്റ് കുറവായിരിക്കണം, ആസ്തി കൂടുതലായിരിക്കും. അങ്ങനെ ആയിരിക്കണം, കൂടിപ്പോകാൻ പാടില്ല. ഇനി മറ്റൊരു റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഇദ്ദേഹത്തിന് എന്തുമാത്രം ലാഭം ഉണ്ടാകും. ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ്, അതായത് ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അതിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കൂടെ കുറയ്ക്കുമ്പോഴാണ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് മീൻസ് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100, അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അതായത് ഒരു നല്ല ബിസിനസ്, ഒരു ഹെൽത്തി ബിസിനസ്സിന് 65% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടാകും. അത്രയെങ്കിലും ഉണ്ടെങ്കിലേ നെറ്റ് പ്രോഫിറ്റ്, ഒരു റീസണബിൾ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റും.
അപ്പൊ അതുകൊണ്ടാണ് ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. മറ്റൊന്നാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതിന്റെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ 20% വരെ പ്രോഫിറ്റ് ഉള്ളത് നല്ല പ്രോഫിറ്റ്. കുറഞ്ഞു പോയാൽ 10% എങ്കിലും പ്രോഫിറ്റ് ഉണ്ട്. 10% എങ്കിലും പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പ്രോഫിറ്റ് തീർത്ത് കുറഞ്ഞു. ഒരു 20% എങ്കിലും പ്രോഫിറ്റ് ഉണ്ടാകും നെറ്റ് പ്രോഫിറ്റ്. അതാണ് നല്ല യൂണിറ്റ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഈ റേഷ്യോസും ഇതെല്ലാ പ്രോജക്ട് റിപ്പോർട്ടിലൊന്നും കാണാറില്ല. ഇതുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് എടുക്കണമെന്ന് നിർബന്ധം ഇല്ല. ഇത് 2 റേഷ്യോ വേണം. ഇനി അടുത്തൊരു റേഷ്യോ ഉണ്ട്, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിക്കവാറും എല്ലാ പ്രോജക്ട് റിപ്പോർട്ടിലും ഉണ്ടാകും. ഇത് ടേം ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കെല്ലാം ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ നിർബന്ധമായിട്ടുണ്ടാകും. അത് നോക്കിയിട്ടാണ് ഇദ്ദേഹത്തിന് എന്തുമാത്രം ലോൺ കൊടുക്കാം, മേടിക്കാൻ അർഹതയുണ്ടോ എന്ന് ബാങ്കുകൾ അസസ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ, DSCR റേഷ്യോ. അത് അസസ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഡെപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീനറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന ഒരു കോസ്റ്റാണ്. പക്ഷെ ആ കോസ്റ്റ് നമ്മൾ പൈസ മുടക്കുന്നില്ല. അത് നമ്മുടെ കോസ്റ്റിന്റെ അസസ്മെന്റിന് വേണ്ടി നമ്മൾ കണക്കാക്കുന്ന ഒരു കോസ്റ്റ് മാത്രമേ. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ നമ്മുടെ പൈസ പോകുന്നില്ല. അതുകൊണ്ട് ആ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ഡിപ്രീസിയേഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്യും. അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ടേം ലോൺ എടുത്ത ഇൻട്രസ്റ്റ് എന്തുമാത്രം ഉണ്ടെന്ന് വെച്ചാൽ അതുകൂടെ കൂട്ടുക. ആ കൂട്ടത് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ഓൺ ടേം ലോൺ ഡിവൈഡഡ് ബൈ ടേം ലോൺ ഇൻസ്റ്റാൾമെന്റ്. ഇതെല്ലാം കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ DSCR കിട്ടുന്നത്. DSCR ഐഡിൽ 1.5 ആണ്. അതിലും കുറവാണെങ്കിൽ ബാങ്കുകൾ വായ്പ തരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ റേഷ്യോ കൂടിയാൽ കുഴപ്പമില്ല. 1.5 എങ്കിലും റേഷ്യോ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ടേം ലോൺ സാങ്ഷൻ ചെയ്യൂ. അത് ടേം ലോൺ സാങ്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ അനാലിസിസ് ആണ് ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഞാൻ മുമ്പ് പറഞ്ഞ റേഷ്യോസ് ഒന്നും പല പ്രോജക്ട് റിപ്പോർട്ടുകളിൽ ഉണ്ടാവണമെന്നില്ല, കാണാറില്ല. നല്ല പ്രോജക്ട് റിപ്പോർട്ടുകൾ മാത്രമേ കാണാറുള്ളൂ. പക്ഷെ ഇത് നിർബന്ധമായിട്ട് എല്ലാ പ്രോജക്ട് ടേം ലോൺ ഉള്ള എല്ലാ പ്രോജക്ട് റിപ്പോർട്ടിലും ഉണ്ടാവും. ഇത് 5 കൊല്ലം റീപേയ്മെന്റ് പീരീഡ് ഉള്ളതാണ്. 5 കൊല്ലത്തേക്കുള്ള ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. അടുത്ത മറ്റൊന്നാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. എന്തുവാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്? കേട്ടിട്ടുണ്ടോ? ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ഈവൻ ചാർട്ട് വരച്ചിട്ട് അതിന്റെ പ്രോഫിറ്റ് ലോസ് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതാണ്. അത് തന്നെ ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ നോ കോസ്റ്റ് നോ പ്രോഫിറ്റ്. അതായത് ഇവന് ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്ത ആ ഐഡിയൽ പൊസിഷൻ എപ്പോഴാണ് വരും? അതാണ് ബ്രേക്ക് ഈവൻ പൊസിഷൻ. ബ്രേക്ക് ഈവൻ പൊസിഷന് വരുമ്പോൾ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. ആ ഒരു പൊസിഷനാണ് ബ്രേക്ക് ഈവൻ. ബ്രേക്ക് ഈവൻ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആദ്യം ഒരു പുതിയ യൂണിറ്റ് തുടങ്ങുമ്പോൾ അതിന് ആദ്യം തന്നെ പ്രോഫിറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രണ്ടാമത്തെ കൊല്ലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എത്ര കൊല്ലം കഴിഞ്ഞാൽ ഇത് ലാഭവും നഷ്ടവും ഇല്ലാത്ത പൊസിഷനിലേക്ക് വരും എന്നുള്ളത് ബാങ്കുകൾക്ക് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ആദ്യത്തെ കൊല്ലം ലാഭമില്ലേ കുഴപ്പമില്ല, രണ്ടാമത്തെ കൊല്ലം ലാഭമില്ലേ കുഴപ്പമില്ല, കുറച്ച് കൊല്ലം കൂടെ പോയിട്ട് ലാഭമില്ലെങ്കിൽ ആ യൂണിറ്റ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് ഫിനാൻസ് ബാങ്കുകൾ ചെയ്യില്ല. ഓക്കെ, ബ്രേക്ക് ഈവൻ അനാലിസിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ബ്രേക്ക് ഈവൻ അനാലിസിസ് അത് നമ്മുടെ യൂണിറ്റ് വൈസ് ആയിട്ട് എടുക്കാം. അതായത് അതെടുക്കുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് പെർ യൂണിറ്റ് അസസ് ചെയ്യുന്ന നമ്മുടെ ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ മുമ്പ് പറഞ്ഞ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, മെഷീനറി, നമ്മുടെ ബിൽഡിംഗ് എല്ലാം കൂടെ കൂടിയുള്ള ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽ പ്രൈസ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് വേണ്ട സെയിൽ പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പം ഇത് അസസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് പെർ യൂണിറ്റ്, അതായത് എത്ര യൂണിറ്റ് ഉണ്ടാക്കിയാൽ ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്ത പൊസിഷനിൽ എത്താൻ പറ്റും എന്നുള്ള അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റേഷ്യോ ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് റേഷ്യോ. അപ്പൊ ഇത് നിർബന്ധമായിട്ടും ഇതിനകത്ത് ഉണ്ടാകണം. ഇതാകുമ്പോൾ എത്ര യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്തതിൽ വരും എന്ന് നമുക്കറിയാം. അടുത്ത ബ്രേക്ക് ഈവൻ സെയിൽസിൽ എടുക്കും.
അതായത് ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ മീൻസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇതിന് ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസിനെ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സെയിൽസ് നടത്തിയാൽ ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാത്ത പൊസിഷനിൽ എത്താൻ പറ്റും എന്ന് നമുക്കറിയാൻ പറ്റും. ആ ലാഭവും നഷ്ടവും ഇല്ലാത്ത പൊസിഷനിൽ എത്താൻ എത്ര കൊല്ലം എടുക്കും? ആദ്യത്തെ കൊല്ലം ലാഭം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, രണ്ടാമത്തെ കൊല്ലം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മൂന്നാമത്തെ കൊല്ലത്തിലും ചിലപ്പോൾ കുറഞ്ഞ് വരാം, നാലാമത്തെങ്കിലും കൊല്ലം വരുമ്പോൾ ഇതില്ലെങ്കിൽ ലാഭം ഇല്ലെങ്കിൽ യൂണിറ്റുമായിട്ട് പോയിട്ട് കാര്യമില്ല, അതിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ബാങ്കുകൾ ഫിനാൻസ് ചെയ്യില്ല. അപ്പൊ അത് അസസ് ചെയ്യാൻ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടാകും. ഇത്ര എല്ലാം വെച്ച് ബാങ്കുകൾ അതിന്റെ അസസ്മെന്റ് എടുക്കുക. ഏതാണ്ട് കാര്യങ്ങളെല്ലാം ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഏതാണ്ട് അത്യാവശ്യം പ്രധാനപ്പെട്ട, അതായത് ഒരു 5 കോടിയൊക്കെ വരെയുള്ള പ്രോജക്റ്റിന് ഇതൊക്കെ ധാരാളമാണ്. 5 അല്ല 10 കോടിക്കായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അതിനേക്കാളൊക്കെ വലിയ വമ്പൻ പ്രോജക്റ്റ് ആണെങ്കിൽ ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയ പ്രോജക്റ്റ് നമുക്ക് അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞ മുദ്രാ യോണിനെ പറ്റിയുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് അത് 10 ലക്ഷം വരെയുള്ള വായ്പയാണ്. ഇത് 10 ലക്ഷമല്ല, അതിനപ്പുറവും നമുക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് വെച്ച് പോകണം. ഇതൊരു മെയിനായിട്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. കൂടുതൽ ബിസിനസ്സിനേക്കാൾ കൂടുതലായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ട്. ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് നോക്കാം. ഇതിനകത്ത് സമ്മറിക്കകത്ത് നിയമത്തെ എന്റർപ്രണർ ആരാണെന്നുള്ളത് വേണം, എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കി. ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ്, അഡ്രസ് കാര്യങ്ങളെല്ലാം വേണം. കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് എന്ന് മാത്രം ഇതാണ് പറയുന്നത്. നെയിം ഓഫ് ദ പ്രോജക്റ്റ് വേണ്ടി വരണം. മീൻസ് ഓഫ് ഫിനാൻസ് ഇതിനകത്തുണ്ടാകണം. എംപ്ലോയ്മെന്റ് എന്ന് മാത്രമാണ് വേണം. പവർ റിക്വയർമെന്റ് എന്ന് മാത്രം വരുമെന്ന് കാണിക്കണം. റോ മെറ്റീരിയൽസ് എന്ന് മാത്രം വേണം. എസ്റ്റിമേറ്റഡ് ആനുവൽ സെയിൽസ് ടേൺ ഓവർ എന്ന് മാത്രം കാണിക്കണം. ലിക്വിഡിറ്റി ആൻഡ് ലിവറേജ് റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അടുത്ത DSCR, ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രോജക്റ്റ് റിപ്പോർട്ട്. അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ മാത്രം ഉണ്ടായാൽ പോരാ, ഇതെല്ലാം നമ്മുടെ പ്രൊമോട്ടറുടെ മനസ്സിലും ഈ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഒരു ബാങ്കുകാരൻ നടത്തുന്ന ഒരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ അവന്റെ എൻക്വയറിക്ക് പ്രോപ്പറായ ഒരു റിപ്ലൈ കൊടുക്കാൻ ഈ പ്രൊമോട്ടർക്ക് കഴിയുകയുള്ളൂ. അത് കൊടുത്താൽ മാത്രമേ ഈ പ്രോജക്റ്റ് സാങ്ഷൻ ചെയ്യുകയും ലോൺ പാസ്സാകുകയും ചെയ്യും. ഇത്രയാണ് പ്രോജക്റ്റ് പറ്റി പറയാനുള്ളത്. അപ്പം ഇതിനെ പറ്റി നിങ്ങൾക്ക് ഇനി എന്തെല്ലാം ആഡ് ചെയ്യാനുണ്ട് അതിനെപ്പറ്റി പറയാം, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെ പറയാം, ഇതിന്റെ ഫീഡ്ബാക്ക് പറയാം. എല്ലാത്തിനുമായിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, നമ്മുടെ PPTയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ 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 ഓക്കെ. താങ്ക് യു സർ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ സാറ് പറഞ്ഞു. പ്രത്യേകിച്ച് ലോണുകളിലെല്ലാം ഈ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ ഉണ്ട്. പക്ഷെ പലപ്പോഴും ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ച് അവർക്ക് പൈസയൊക്കെ കൊടുത്താണ് പലപ്പോഴും റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ നമുക്ക് മനസ്സിലാക്കുന്ന രീതികളെ കുറിച്ചാണ് സാറ് പറഞ്ഞത്. അതിനകത്ത് പ്രധാനമായിട്ടും കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ്, അതുപോലെ നെയിം ഓഫ് ദി പ്രോജക്റ്റ്, അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ ഫിനാൻസ്, മീൻസ് ഓഫ് ഫിനാൻസ്, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എന്തൊക്കെ തലത്തിൽ ഉണ്ടായിരിക്കും, അതുപോലെ എന്തൊക്കെയാണ് പവർ റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണ് റോ മെറ്റീരിയൽസ് എവിടെ നിന്നൊക്കെ കിട്ടും, എന്തൊക്കെയാണ് റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ റേഷ്യോസ്, ലിക്വിഡിറ്റി, ലിവറേജ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് DSCR, ഡെപ്റ്റ് സർവീസ് കവറിംഗ് റേഷ്യോ, ഇങ്ങനെയുള്ള റേഷ്യോ, അതുപോലെ ഫൈനലായിട്ട് ബ്രേക്ക് ഇവൻ പോയിന്റ്. അപ്പോൾ എത്രമാത്രം പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആകുന്നില്ലെങ്കിൽ എപ്പോൾ പ്രോഫിറ്റബിൾ ആകും എന്നുള്ളതിനെ കുറിച്ച് ഒരു അനാലിസിസും കൂടെ നടത്തി തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചാണ് സാർ സംസാരിച്ചത്. വളരെ നന്ദി സാർ. താങ്ക് യു വെരി മച്ച്. റോയ് സാർ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ? ഒരു കാര്യം ചോദിക്കും, നമ്മള് ഇതിപ്പോ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിനുള്ള ഒരു
പ്രൊപ്പോസലിനോട് കൂടിയുള്ള പ്രോജക്ട് റിപ്പോർട്ടല്ലേ ഉദ്ദേശിക്കുന്നത്? സാറേ അല്ലെ നിലവിലുള്ളതിന്റെ അല്ലല്ലോ. നിലവിലുള്ളതിന് അതിന്റെ ആവശ്യമില്ല സാറേ. അതിന് നമ്മുടെ ബാലൻസ് ഷീറ്റും നമ്മുടെ ഇത് കൊടുക്കും, P&L ബാലൻസ് ഷീറ്റ് ആൻഡ് അടുത്ത കൊല്ലത്തേക്കുള്ള എസ്റ്റിമേറ്റ് കൊടുത്താൽ മതി. അതിന് പ്രോജക്ട് റിപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഫോർ എ ന്യൂ യൂണിറ്റ്. ന്യൂ യൂണിറ്റിനാണ്. ഓക്കെ, എനിക്കൊരു ഡൗട്ട് വരുന്നതിന് സാറേ, ഇപ്പോ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കണേ, നിലവിൽ അങ്ങനെ ഉണ്ട്. അതിന്റെ ഫീസിബിലിറ്റി എങ്ങനെ വരും എന്നുള്ളത് ബാങ്ക് അസസ് ചെയ്യുമോ? ഇല്ലല്ലോ. അതിന്റെ ഫീസിബിലിറ്റി ബാങ്കിനെ അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാ ഞാൻ പറഞ്ഞു, ഇയാൾക്ക് ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് എത്രയാണ്, ഇയാൾക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവ് എത്രയാണ്, ഇങ്ങനെയുള്ളതായിട്ടല്ല ഇവനെ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ കാരണം അതാണ്. അത് വെച്ച് ഇയാൾക്ക് ഈ പ്രോഡക്റ്റ്, ഇയാളുടെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നേരിടാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുന്നത് സാറേ, ഇപ്പൊ ഒരാള് കറി പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ പ്രോജക്റ്റ് തയ്യാറാക്കി. നിലവിൽ ഒത്തിരി പ്രോജക്റ്റുകൾ ഈ കറി പൗഡറിന്റെ ഉണ്ട്. ഇതിനകത്ത് ഇയാൾ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ബാങ്കിന് എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും? അതാ പറഞ്ഞ, കാരണം ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ മറ്റവരെ അതിജീവിക്കുന്ന രീതിയിലുള്ള വന്നാലല്ലേ ഇത് കോമ്പറ്റേറ്റീവ് ആയിട്ട് പിടിച്ചു നിൽക്കുകയുള്ളൂ. അതെങ്ങനെ അസസ് ചെയ്യും ഈ പ്രോജക്റ്റിനകത്ത്? അത്രയൊന്നും അസസ് ചെയ്യാൻ ബാങ്കിന് പറ്റില്ല. ഇയാളുടെ കപ്പാസിറ്റി, ഇയാൾക്ക് ഇതിനെയൊക്കെ നേരിടാനുള്ള കപ്പാസിറ്റി എന്താന്നുള്ളതിനെ പറ്റി ബാങ്ക് ഒന്ന് അസസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഇതിനകത്ത് പറ്റും. അല്ലാണ്ട് ഇതൊന്നും അസസ് ചെയ്യാൻ ബാങ്കിനെ കൊണ്ട് പറ്റില്ല. അത് നമുക്ക് തന്നെ കണക്കാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും ബാങ്കിന്? അതിനുള്ള എന്തെങ്കിലും ബാങ്കിന് വേണേൽ ചോദിക്കാമല്ലോ, ഏതായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ. അപ്പോഴേ ഇതെങ്ങനെ, ഇങ്ങനെയുള്ള നിലവില് നിങ്ങൾ ഇത് എങ്ങനെ അതിജീവിക്കും എന്ന് അതൊക്കെ അന്വേഷിക്കും. അതിനാ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതെല്ലാം ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. പിന്നെ ബാങ്കിന് കൊടുക്കുന്നതിനെല്ലാം, ബാങ്കിന്റെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും റിസ്ക് ഉണ്ടല്ലോ. ചിലത് ഫെയിലായി പോവും. എല്ലാം 100% സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിപ്പോ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഉള്ളതിന്റെ ഒരു പ്രോജക്റ്റിന്റെ കാര്യം വെച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് 5 ഇത് അതിനേക്കാളൊക്കെ വലുതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പ്രോജക്ട് റിപ്പോർട്ടാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. അതെ. അല്ല, ഇപ്പൊ ഈ ചെറിയ പ്രോജക്റ്റിന് വരുമ്പോഴത്തെ ഉള്ള റിസ്ക് ഫാക്ടറാണ് ഞാനിപ്പോ പറഞ്ഞ പോലെ ഉണ്ട്, കറി പൗഡർ എന്നൊക്കെ പറഞ്ഞു. ആ റിസ്ക് ഫാക്ടർ കവർ ചെയ്യുന്നതൊന്നുമില്ല. അതൊന്നും അസസ് ചെയ്യാൻ ബാങ്കുകൾക്ക് ഒന്നുള്ള എബിലിറ്റി ഒന്നുമില്ല. പിന്നെ അതാണ് ഇയാളുടെ വ്യക്തിത്വം എങ്ങനെയുണ്ട്, ഇത് ഫെയിൽ ആയാലും അവൻ തിരിച്ചടയ്ക്കുവോ, അതൊക്കെയാ നോക്കണ്ട. ബാങ്കിനെ സംബന്ധിച്ച് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അവൻ പൈസ തിരിച്ചടയ്ക്കുമോ എന്ന് മാത്രമേ ബാങ്കിന് അറിയൂ. പ്രോജക്ട് റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഏകദേശം ഒക്കെ മനസ്സിലാവുമായിരിക്കും അല്ലെ, ഇതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്തത്? തീർച്ചയായിട്ടും ആണ് സാർ. പ്രോജക്ട് റിപ്പോർട്ട് കൂടാതെ തന്നെ ബാങ്ക് ഒരു ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. ഒരു മിനിമം ഗ്യാരണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള തലങ്ങളൊക്കെ നോക്കും. അത്രേ ഉള്ളൂ. അല്ല, ഏത് ബിസിനസ്സും റിസ്ക് ഉണ്ടല്ലോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനകത്ത് ഒരാള് ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, എന്നാ ഉപയോഗിക്കുന്ന ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ തയ്യാറാക്കുന്ന ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ അയാളുടെ ഭാവനയിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചങ്ങ് ചെയ്യുക. അപ്പൊ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇയാൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് അറിയാനുള്ള സംവിധാനം ഇല്ലല്ലോ. കാരണം അതിനാണ് ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞ നമ്മൾ ഈ സോഷ്യൽ വെൽഫെയർ ബോർഡിലുള്ള പ്രോജക്റ്റുകളുടെ കാര്യത്തെ കുറിച്ച് ഞാനൊരു ഇത് അറ്റൻഡ് ചെയ്തായിരുന്നു, ഈ IIPM-ല്. അപ്പൊ അവിടെ എല്ലാം അവര് പ്രധാനമായിട്ടും അപ്രൂവലിന് അവര് സോഷ്യൽ വെൽഫെയർ വേണം അപ്രൂവൽ ചെയ്യാൻ. അപ്രൂവ് ചെയ്യുന്നതിന് അവര് നോക്കുന്നത് കംപ്ലീറ്റ് ഈ പറയുന്ന കാര്യങ്ങളാണ്. ഇയാൾ എന്തുമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട്, ഇതിന് എന്തുമാത്രം ഫീസിബിലിറ്റി ഉണ്ട്. പക്ഷെ അവിടെ ഏറ്റവും പ്രാധാന്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് പുതിയൊരു പ്രോജക്റ്റാ, വേറെ ഒന്നും കണ്ടിട്ടില്ല, ഇതിനൊരു നോവൽറ്റി ഉണ്ട്, നോവൽ ഐഡിയയാണ് എന്ന് പറയുമ്പോൾ അവരതിന് കൊടുക്കുക. അത് അവരുടെ ഒരു ഇത്. അതല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങളല്ല നോക്കുന്നത്. കാരണം ഇതൊരു ആരും നടത്താത്ത ഒരു പ്രോജക്റ്റ്, ആദ്യമായിട്ടൊരു ഇതിലേക്ക് വരുന്നു എന്നുള്ളതിന് അതിനാണ് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ അന്നേരം അവർ പ്രത്യേകം പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ആരും പ്രൊപ്പോസൽ കൊടുക്കാത്തതായ പ്രോജക്റ്റ് ആണ് എങ്കിൽ അവർ ക്ലീൻ ആയിട്ട് തരും. നേരെ മറിച്ച് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഇതാണ് എങ്കിൽ പിന്നെ പാടാണ് എന്ന് പറഞ്ഞു. അതേ ചോദിക്കും. ബാങ്കിനൊന്നും നോക്കേണ്ട കാര്യമില്ല. ബാങ്ക് കൊടുക്കുന്ന ക്യാപിറ്റല് ഈടാക്കാനുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. ന്യൂ പ്രോജക്റ്റ് കൊടുത്താലും ഫെയിൽ ആയി പോകുന്നത് എന്ന് മാത്രം ഉണ്ട്, സക്സസ് ആകാതെ പോകും.
ഉണ്ടാകാം. പക്ഷേ ബാങ്കിനെ നന്നായിട്ട് പറഞ്ഞ് സൂപ്പിച്ച് പറ്റിച്ചു പോകുന്ന പലരും ഉണ്ട്. അങ്ങനെ മിടുക്കലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പണം മേടിക്കാൻ വേണ്ടി മാത്രം അല്ലേ, ഇൻപുട്ട് കിട്ടാൻ വേണ്ടി. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അത് ആ ടൈപ്പ്. സാറിപ്പോ ഇപ്പൊ പറഞ്ഞ ഇതുകൊണ്ടൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്ട് റിപ്പോർട്ടൊക്കെ ഏൽപ്പിക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെങ്കിലും ഈ ഫാക്ടേഴ്സ് ഈ പറയുന്ന ആളുടെ ഉള്ളിലുണ്ട് എങ്കിൽ വളരെ ഇതായിരിക്കും ഇടുക. അതല്ലെങ്കിൽ ചുമ്മാ അങ്ങ് ബ്ലഫ് ചെയ്യുമല്ലേ, അങ്ങ് ഏൽപ്പിച്ച് അങ്ങനെ ചെയ്യുമല്ലേ. അപ്പൊ ഇതാവുമ്പോഴ് ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ സാറ് പറഞ്ഞ ഈ ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് നമ്മളൊന്ന് അസസ് ചെയ്യുമ്പോൾ ഈ പ്രോജക്റ്റ് ഈ ഫാക്ടറി നടത്തുന്നവൻ്റെതായ ഒരു ഐഡിയയും അവന്റെ ഒരു റിസ്ക് ഫാക്ടറും അവന് തന്നെ കാണാൻ പറ്റും. മറ്റോ തയ്യാറാക്കുന്നതല്ലേ ഉള്ളൂ. അതെ, മറ്റോ തയ്യാറാക്കുന്ന വെച്ചാണ് കൊടുക്കില്ല സാറേ. ഓക്കെ, അത് വളരെ യൂസ്ഫുൾ ആണ് ഈ സാറിന്റെ ഈ ഇത്. കാരണം ഇതൊന്നും അങ്ങനെ വേറെ കിട്ടുന്നതല്ലല്ലോ. ബാങ്ക് എങ്ങനെ അസസ് ചെയ്യുമെന്ന് അറിയാനൊക്കത്തില്ലല്ലോ. മറ്റവരെ എഴുതി കൊടുക്കും, പ്രോജക്റ്റ് അപ്രൂവൽ ആയോന്നേ ചോദിക്കുള്ളൂ. ഇത് ഏതായാലും വളരെ യൂസ്ഫുൾ ആണ് സാർ. ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വളരെ ഇംപ്രസീവായി. കാരണം ഇത് കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു ഐഡിയാസ് കിട്ടുന്നു. അത് നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ പറയാൻ കണ്ടോ? ഹലോ സാർ, പറഞ്ഞു. കേൾക്കാമോ? കേൾക്കാം സാർ. സാർ എൻ്റെ പേര് റഷീദ് എന്നാണ്, കൽപ്പറ്റയിൽ നിന്നാണ്. പിന്നെ പ്രൊജക്ട് റിപ്പോർട്ടിനെ കുറിച്ച് വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട, വളരെ നീഡ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നതിന് സാറോട് വളരെയധികം നന്ദി അറിയിക്കുന്നു. എനിക്കതിൽ തോന്നിയ 1-2 സംശയങ്ങളോട് സാറോട് ഷെയർ ചെയ്യുന്നു. ഒരു 4 സംശയമുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറയാലോ, ഒന്നിച്ച് പറയട്ടെ സാറേ? അത് ഒന്ന് പറഞ്ഞു, അത് നമുക്ക് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞാൽ പോരെ. ഇത് രണ്ടും കണക്റ്റഡ് ഒന്നും അല്ലല്ലോ, എല്ലാം കണക്റ്റഡ് ആണ് സാറേ. എന്നാ പറഞ്ഞോളൂ, ചോദിച്ചോ. ഞാൻ പറയാം. ഒന്ന്, എനിക്ക് സംശയമുള്ളത്, പലപ്പോഴും ഈ ടേം ലോൺ ഈ ബാങ്ക് മാനേജേഴ്സ് സംസാരിക്കുമ്പോൾ ടേം ലോൺ, വർക്കിംഗ് ലോൺ എന്ന് പറയുന്നില്ലേ, ഇത് രണ്ടും തമ്മിൽ അത് രണ്ട് ലോണാണോ, 2 തവണയാണോ ഇഷ്യൂ ചെയ്യുന്നത്, അത് എന്താണ് എന്നുള്ള ഒരു സംശയമുണ്ട്. മതി. ഓക്കെ സാറേ, ടേം ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥിരം ആസ്തി കരസ്ഥമാക്കാൻ വേണ്ടി കൊടുക്കുന്ന മാത്രമാണ് ടേം ലോൺ. അതായത് നമ്മൾക്ക് ഇപ്പം നമ്മൾ നടത്തുന്ന സ്ഥാപനത്തിൽ ഒരു മെഷീനറി വേണമെന്ന് വിചാരിച്ചു, അല്ലെ അതിനൊരു ഷെഡ് പണിയണം. അത് പണിത് കഴിഞ്ഞാൽ അല്ലെ ഈ മെഷീനറി വാങ്ങിച്ച കുറെ കൊല്ലത്തേക്കില്ലേ, കുറെ കൊല്ലത്തേക്ക്, അത് ഒരു ഫിക്സഡ് അസറ്റ് ആണ്. ആ അസറ്റിന് വേണ്ടി കൊടുക്കുന്ന, ആ ഫിക്സഡ് അസറ്റുകൾക്ക് വേണ്ടി കൊടുക്കുന്ന ലോണാണ് ടേം ലോൺ. ഓക്കെ. നേരെ മറിച്ച് നമ്മുടെ പ്രവർത്തനത്തിന് ആവശ്യമായ പ്രവർത്തന മൂലധനത്തിന് കൊടുക്കുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ. അതായത് ഞാൻ പറയാം, ഇപ്പൊ നമ്മള് ഉദാഹരണം മനസ്സിലാകാനുള്ള എളുപ്പത്തിന് നമ്മൾ ഒരു പ്രൊവിഷൻ സ്റ്റോർ നടത്തുക എന്ന് വിചാരിച്ചു. പ്രൊവിഷൻ സ്റ്റോറിൽ നമുക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി നമ്മൾ കുറെ അരി വാങ്ങിക്കുന്നു, കുറെ മറ്റുള്ള പ്രോഡക്റ്റുകൾ, ഇപ്പൊ പൗഡറുകൾ, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു. ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നതിന് വേണ്ട ചെലവുകളാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് പ്രവർത്തനം. അത് വിറ്റ് കഴിഞ്ഞാൽ ഉടനെ അത് ചെലവാകും, പിന്നെ നമ്മൾ വാങ്ങിക്കണം. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. മറ്റേത് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടിരിക്കുന്ന, അതിന് കൊടുക്കുന്ന ടേം ലോൺ, ഇതിന് കൊടുക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ. ഓക്കെ. ആരാ അതൊന്ന് മ്യൂട്ട് ചെയ്യാ, സൗണ്ട് വരുന്നു. അബ്ദുൽ സാറിന്റെ ആണോ? ഓക്കെ. അടുത്ത സംശയം പറ. അത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ ഈ ടേം ലോൺ, ഓക്കെ, അത് ഈ വർക്കിംഗ് ലോൺ ടേം ലോണും വേറെയാണോ കൊടുക്കുക ബാങ്ക്? ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്ട് ആണെന്ന് കരുതാം. അതില് ഈ ടേം ലോൺ വേറെയും വർക്കിംഗ് ലോൺ വേറെ ആയിട്ടാണോ കൊടുക്കുന്നത്? അത് സാറേ, ഈ ഇതുണ്ട്, ചില പദ്ധതികൾക്ക് ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് ഒറ്റ ലോണായിട്ട് കൊടുക്കും. പക്ഷെ വലുതാണെങ്കിൽ അത് ടേം ലോൺ വേറെയും കൊടുക്കും, വർക്കിംഗ് ക്യാപിറ്റൽ വേറെയും കൊടുക്കും. ഓക്കെ. ചെറുതിനൊക്കെ ഇതെല്ലാം കൂടെ ചിലപ്പോൾ ഒറ്റ ലോണായിട്ട് കൊടുത്ത് അവസാനിപ്പിക്കും. ഓക്കെ സാർ. ഓക്കെ. ഇനി രണ്ടാമത്തെ സംശയം ചോദിക്കണം സാറേ. രണ്ടാമത്, ചെറിയ ലോണുകൾക്ക്, അതായത്
ഇപ്പൊ 1 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ, അങ്ങനെയൊക്കെയുള്ള ലോണുകളുണ്ട്. ഈ ആട് വളർത്തൽ, പശു വളർത്തൽ, അങ്ങനെയുള്ള ലോണുകൾ. ഈ ലോണുകൾക്ക് പിന്നെ ഇത് പ്രൊജക്ട് റിപ്പോർട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണോ? ഇപ്പൊ പല ബാങ്കുകളും അതിന് ചോദിക്കാറില്ല. പക്ഷെ ഈ കാൻഡിഡേറ്റ് അത് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. 1 ലാഖിന്റെ ഒക്കെ ലോൺ അങ്ങനെ കൊടുക്കാൻ വിചാരിക്കുന്ന ഒരാള് സാറ് പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കണോ? ഇനി വേണ്ട എങ്കിൽ നമുക്ക് അതിൽ എന്തൊക്കെ കുറയ്ക്കാം, എങ്ങനെ ചുരുക്കാമെന്ന് സാറൊന്ന് ചുരുക്കി വിശദീകരിക്കാം. ഉദാഹരണത്തിന് 1 ലാഖിന്റെ ഒരു ലോണാന്ന് കരുതുക, ആട് ഫാമിങ്ങോ അല്ലെങ്കിൽ കോഴി വളർത്തൽ അങ്ങനെയല്ല. സാറേ ഞാൻ ഇതിന് റിപ്ലൈ പറയട്ടെ. ഓക്കെ സാറേ, നമ്മളിപ്പോ കൊടുത്ത പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ പ്രോജക്ട് റിപ്പോർട്ട്, അഗ്രികൾച്ചറിന്റെ പ്രോജക്ട് റിപ്പോർട്ട് വേറെയാ. ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതൊരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റിന്റെ പ്രോജക്ട് റിപ്പോർട്ടാണ്. കൃഷി ഇതിനകത്ത് വരില്ല. സാറ് പോയോ? സാറ് കട്ടായി പോയല്ലോ. ഓക്കെ, സാറിന് മനസ്സിലായോ? ഇത് ബിസിനസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞ ഈ പ്രോജക്ട് റിപ്പോർട്ട്. അപ്പൊ കൃഷിയുടെ കാര്യത്തിന് വരുമ്പോഴത്തേന് അതിന് ചെറുതിനൊന്നും പ്രോജക്ട് റിപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ 1 ലക്ഷം വരെയുള്ള ഇത് പശുവിനെ വളർത്തണോ അല്ലെ ആടിന് അങ്ങനെയുള്ളൊരു ചെറിയ പ്രോജക്ട് റിപ്പോർട്ടിന്റെ ആവശ്യമില്ല. വമ്പൻ അഗ്രികൾച്ചർ പദ്ധതികൾ വരുന്നതാണെങ്കിൽ അതിന് മാത്രമേ പ്രോജക്ട് റിപ്പോർട്ടിന്റെ ആവശ്യമുള്ളൂ. ആ പ്രോജക്ട് റിപ്പോർട്ട് ഇതുപോലത്തെ പ്രോജക്ട് റിപ്പോർട്ടേ അല്ല. ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് പ്രോജക്ട് റിപ്പോർട്ട്. ഓക്കെ. പിന്നെ അത് തന്നെ ഒരു കാര്യം കൂടി സാർ അതിൽ ആഡ് ചെയ്യാൻ തോന്നിയ സംശയത്തിന് ആഡ് ചെയ്യാണ്. ഈ ഫാമിംഗ് അല്ലാതെ ഒരു ടൈലറിംഗ് ഷോപ്പ് 1 ലാഖിന്റെ, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് കണ്ട ഒരു കേസ്, ഒരു ബ്രൈഡൽ റെന്റൽ ഷോപ്പ് 1 ലാഖ് 2 ലാഖിന്റെ. അപ്പൊ അത് അഗ്രികൾച്ചർ അല്ലല്ലോ. അതിലും ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കണം എന്ന് കരുതുന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ കൊടുക്കാതിരിക്കണമോ, അല്ലെങ്കിൽ ഈ സാറ് പറഞ്ഞ ഈ ക്രൈറ്റീരിയ അനുസരിച്ച് കൊടുക്കും? സാറേ, സാധാരണ ഗതി 1 ലക്ഷം വരെയുള്ളതിനൊന്നും ബാങ്കുകൾ പ്രോജക്ട് റിപ്പോർട്ട് ചോദിക്കാറില്ല. അതിന്റെ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ ഇതിന് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനുണ്ട്. അത് കൊടുത്താൽ മതി. പ്രത്യേക ഒരു പ്രോജക്ട് റിപ്പോർട്ടിന്റെ ആവശ്യമില്ല. പൊതുവെ 1 ലക്ഷം അതിനൊന്നും 1 ലക്ഷം അല്ലെങ്കിൽ ചില ബാങ്കുകൾ 2 ലക്ഷം വരെയൊന്നും പ്രോജക്ട് റിപ്പോർട്ട് ഇല്ലാണ്ട് കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അല്ല, സംശയം എന്താ പറയാ, ഒരു ആപ്ലിക്കന്റ് ബ്രൈഡൽ റെന്റൽ ഷോപ്പ്, അതായത് കല്യാണ ആവശ്യത്തിന് അന്നൊക്കെ അണിയാനുള്ള ഡ്രസ്, കോട്ട്, മറ്റേ കാര്യങ്ങളെ, അതിനൊരു 2 ലക്ഷത്തിന്റെ ഒരു പ്രൊജക്ട് വെക്കുന്നു. അതിൽ 1 ലക്ഷം ഈ ആപ്ലിക്കന്റ് സ്വന്തം കയ്യിൽ നിന്ന് എടുക്കുന്നു. ബാക്കി 1 ലക്ഷം ബാങ്കിൽ ലോൺ ആവശ്യപ്പെടുന്നു. അപ്പൊ ഈ കാൻഡിഡേറ്റിന് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പൊ എന്നോട് സംശയം ചോദിച്ചത് ഇതിന് പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെ വെക്കണം, ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ സംശയം ചോദിച്ചത്. അത് സാധാ ഞാൻ പറഞ്ഞ എല്ലാ ബാങ്കുകളും 2 ലക്ഷത്തിനൊന്നും പ്രോജക്ട് റിപ്പോർട്ടായിട്ട് ചോദിക്കുന്നില്ല. അവരുടെ ആപ്ലിക്കേഷനിൽ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അത്രയും കൊടുത്താൽ മതി. ഇല്ലെങ്കിലും ഒരു ഇൻട്രൊഡക്ഷനും ഇതൊക്കെ ആയിട്ട് അവർ ചെയ്യുന്ന കാര്യം വേണമെങ്കിൽ ഒരെണ്ണം ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കാം. അത് ഇത്രയൊന്നും ഡീറ്റെയിൽ പോകേണ്ട കാര്യമില്ല, ചെറുതായിട്ട് കൊടുക്കാം. ഓക്കെ, ശരി. ഇനി അടുത്ത സംശയം സാറേ, പിന്നെ ഈ ഒരു ആട് ഫാമിംഗ് അല്ലെങ്കിൽ ഒരു ടൈലറിംഗ്, ഇതില് ഒരു ആട് ഫാമിങ്ങിന്റെ ഒരു പ്രൊജക്റ്റില് കണ്ടത് ഈ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് എന്റെ സംശയം. അതില് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാള് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. അത് ഒരു 5 lakhs ആണ്. അപ്പൊ അതില് ഈ ആട്, പിന്നെ ഷെഡ്, അതിന്റെ സ്ഥലം, മറ്റു കാര്യങ്ങൾ അതൊക്കെ ഫിക്സഡ് പെടുകയും ആട് ഫിക്സഡ് ക്യാപിറ്റൽ കാണിച്ചു. അപ്പൊ അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. അപ്പൊ ഈ അതില് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ആട് എന്നത് ആടുകളല്ല, ഇത്രയുള്ള ഒരു 5 lakhs പ്രൊജക്ട് ആണെന്ന് വിചാരിക്കാം, ആടുകളെ പശു ഫാം. ഇതില് ആട് ഫിക്സഡ് ക്യാപിറ്റലിൽ ചേർക്കുന്നത് തെറ്റാണോ? ഇനി അതല്ല, വേറൊരു സിറ്റുവേഷൻ പറഞ്ഞാല്, ഇപ്പൊ ഒരു വലിയ ടൈലറിംഗ് ഷോപ്പ്, ഇതിൽ ടൈലറിംഗ് മെഷീൻ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ വരുമോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് വരുമോ? ഇപ്പൊ സാറ് പറഞ്ഞ ഒരു ഗ്രോസറി ഷോപ്പില് പിന്നെ അരി, പഞ്ചസാര ഇതൊക്കെ വർക്കിംഗ് ക്യാപിറ്റലും, മേശ, കസേര, ഇന്റീരിയർ ഒക്കെ ഫിക്സഡ് ക്യാപിറ്റലാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഇത് എങ്ങനെ വരുന്നതാണ് ഒരു സംശയം സാർ. ഓക്കെ സാർ, ഇപ്പൊ പറഞ്ഞതിനകത്ത് ഞാൻ ആദ്യത്തെ ഇത് പറയാം. ആട് ഫാം നമ്മൾ ഈ പറഞ്ഞതിനകത്ത് വരില്ല. ആട് എന്ന് പറഞ്ഞാൽ അത് കൃഷിയുടെ വകുപ്പാണ്. അവിടെ അതിനുള്ള പ്രോജക്ട് റിപ്പോർട്ട് എല്ലാം കൊടുക്കുന്ന വേറെ രീതിയിലാണ്. അപ്പം ആടിന്റെ ആ രീതിയിലും പോകും.
പക്ഷേ സാറിന് ഉത്തരം പറയാം, ആട് ഒരു ഫിക്സഡ് അസറ്റാ. കാരണം അത് ഒരാടിനെ എടുത്തു കഴിഞ്ഞാൽ അത് 1 കൊല്ലമല്ലല്ലോ, 4-5 കൊല്ലം നമുക്ക് അതിനെ കൊണ്ടു നടക്കാൻ മേലെ, അത് പ്രസവിക്കുമല്ലോ. അപ്പൊ അതൊരു ഫിക്സഡ് ക്യാപിറ്റല. നേരെ മറിച്ച് ആടിന് നമ്മൾ തീറ്റ വാങ്ങിക്കുന്നുണ്ടല്ലോ, അല്ല ആടിന് രോഗം വരുമ്പോ മരുന്ന് വാങ്ങിക്കും, ഇതെല്ലാം വർക്കിംഗ് ക്യാപിറ്റല. ആ രീതിയിൽ അത്. ഓക്കെ സാർ, അപ്പൊ അതിലൊരു സംശയം സാറേ, ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞു കേട്ടത് എപ്പോഴും ഒരു പ്രൊജക്ട് റിപ്പോർട്ടിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലും ഫിക്സഡ് ക്യാപിറ്റൽ കുറവും വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ആട് ഫിക്സഡ് അസറ്റ് ആക്കിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ആടിന്റെ തീറ്റയോ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞാലും ചില കേസിൽ കുഴപ്പമില്ല. അല്ലല്ല, ഈ അഗ്രികൾച്ചറിനെല്ലാം ടേം ലോൺ ആണ്, ടേം ഫിക്സഡ് അസറ്റ് ആണ് കൂടുതൽ വരുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചേ വരും ആടിന്. അതിൽ അപാകത ഇല്ല അല്ലേ സാറേ? കൃഷിക്കെല്ലാം മുഖ്യം അങ്ങനെയാ വരും. ശരി സാറേ, ഇനി ഒരു കാര്യം, ടൈലറിംഗ് യൂണിറ്റിന്റെ സാർ ചോദിച്ചു, അതിന് ഞാൻ പറഞ്ഞില്ല. ടൈലറിംഗ് യൂണിറ്റിന് മെഷീനറി ഒക്കെ വാങ്ങിക്കുന്നത് അത് ഫിക്സഡാ. കാരണം ഒരു മെഷീനറി എന്ന് പറയുമ്പോൾ കുറെ കൊല്ലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി. നേരെ മറിച്ച് അദ്ദേഹം തയ്ക്കാൻ വാങ്ങിക്കുന്ന നൂല്, സൂചി ഒടിഞ്ഞൊടിഞ്ഞു പോകും ചിലപ്പോ, ആ സൂചി ഇതെല്ലാം വർക്കിംഗ് ക്യാപിറ്റല. അതെല്ലാം വർക്കിംഗ്. മറ്റേത് മെഷീനറി ഒക്കെ ഫിക്സഡ് ഇതായിട്ടാണ്. ഓക്കെ സാർ, അപ്പോൾ സ്വാഭാവിക ഒരു സംശയം കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം സാറേ. ഒരു പ്രൊജക്ടില് ഈ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു എന്ന് കരുതി ആ പ്രൊജക്ട് റിപ്പോർട്ട് തെറ്റല്ല. തെറ്റല്ല, അത് ഓരോന്നിന്റെ ഓരോ പദ്ധതി അനുസരിച്ച്. ഓക്കെ. ഇനി ലാസ്റ്റ് സംശയം, ഞാൻ സാറിന്റെ സമയം കൂടുതൽ എടുക്കുന്നില്ലല്ലോ? ഇല്ല സാറ് ലാസ്റ്റ് സംശയം, പിന്നെ ഇതിൽ ഇപ്പൊ ഈ പുതിയ ഈ ബിസിനസ് സെന്റർ, നേരത്തെ ഒരു മാന്യദേഹം ചോദിച്ച പോലെ ഒരു ഈ ഇതിലെ വെർച്വൽ ബിസിനസ്സുകൾ ഉണ്ടല്ലോ, വെർച്വൽ ബിസിനസ്. ഉദാഹരണത്തിന് ഇപ്പോ ഒരു ഈ ടൂറിസ്റ്റ് പ്ലേസില് കുട്ടികൾക്ക് കളിക്കാനുള്ള വെർച്വൽ ഗെയിം റൂം ടൂറിസ്റ്റ് പ്ലേസിൽ, അങ്ങനെ കുറച്ച് പയ്യന്മാർ ഒരു പദ്ധതി തുടങ്ങുന്നു. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഈ തൊട്ട് കാണിക്കാൻ പറ്റിയ അസറ്റുകൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ കുറവാണ്. അവർക്ക് സൈറ്റ് ഉണ്ടാക്കാനും സൈറ്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ പൈസ വരുന്നത്. അപ്പൊ ഇത് നേരത്തെ ചോദിച്ചില്ലേ, ഇത് ബാങ്ക് മാനേജേഴ്സിനെ എങ്ങനെ ബോധിപ്പിക്കുന്നു ചോദിച്ചിട്ടില്ലേ? അപ്പൊ അത് ഈ പ്രൊജക്ട് റിപ്പോർട്ടിൽ അത് കാണിക്കുന്ന സ്വഭാവം എന്തായിരിക്കും? ഉദാഹരണം പറഞ്ഞ ഞാൻ അല്ല, ഞാൻ അത് ഈ വെർച്വൽ ബിസിനസ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇപ്പൊ ഉള്ള പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ചില ബിസിനസ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ബാങ്ക് മാനേജേഴ്സിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ ഇത് വിജയിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അത് ഈ പ്രൊജക്ട് റിപ്പോർട്ടിൽ അതിന്റെ ഒരു സ്വഭാവം എന്തായിരിക്കുന്നതാണ്? സാറി പറഞ്ഞ ഈ വെർച്വൽ ബിസിനസ്സുകൾക്കെല്ലാം അവരുടെ ഈ എല്ലാത്തിന്റെ അസസ്മെന്റ് ഈ പറയുന്ന ബിസിനസ് ഈ രീതിയിലുള്ള അസസ്മെന്റ് അല്ല, അതിന് വേറെ അസസ്മെന്റ് ആണ്. അതിന്റെ ഇത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ അറൈവ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. ഇയാൾക്ക് എന്തുമാത്രം ക്യാഷ് വരും, എന്തുമാത്രം പോകുന്നുള്ള ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോയാണ് ആ രീതിയിലുള്ള. അപ്പൊ അതിന്റെ പ്രോജക്ട് റിപ്പോർട്ടിന്റെ മെത്തേഡ് വേറെയാണ്. ഓക്കെ, ആ രീതിയിലാണ് അതിന്റെ അസസ്മെന്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊന്നാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ബിസിനസ് ഇല്ലേ, സോഫ്റ്റ്വെയറിനകത്ത് വലിയ ഹാർഡ് ഇതൊന്നും അധികം വലിയ ഇത് വരുന്നില്ല, അത് വേറെ രീതിയിലുള്ളൊരു ബിസിനസ്സാണ്. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ഈ അസസ്മെന്റ് വേറെ രീതിയിൽ. ഓക്കെ, ഈ പ്രോജക്റ്റിനകത്ത് അത് വരുന്നില്ല. ഓക്കെ സാർ, ഈ പ്രൊജക്റ്റിൽ അത് ഈ സൈറ്റിന്റെ പൈസ അതൊന്നും കാണിക്കാൻ പറ്റില്ലേ? അതൊക്കെ വരാം, അതിന്റെയൊക്കെ അസസ്മെന്റ് വേറെ രീതിയിലാണ്. നമ്മുടെ നമ്മൾ ഈ പറഞ്ഞ പ്രോജക്ട് റിപ്പോർട്ടിന്റെ രീതി അല്ല, റിപ്പോർട്ടിലല്ല അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറേ ഒരു കാര്യം കൂടെ, സാർക്ക് സമയം ഉണ്ടെങ്കിൽ ഈ അഗ്രികൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള, അതായത് പശു ഫാം, പിന്നെ 5 lakhs ഒക്കെ ഉള്ള പശു ഫാം, ആട് ഫാം, അങ്ങനെയുള്ളതിന്റെ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ സ്വഭാവം ഒന്ന് ചുരുക്കി വിവരിക്കാം സാറ്? സാറേ, ആട് പശുവിന്റെ ഒക്കെ നമ്മൾ ഇതിനകത്തൊക്കെ വരുന്നത്, ആട് പശു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഫിക്സഡ് അസറ്റാണ്. അതെ, ആ അസറ്റ് എന്ന് പറയാൻ കുറച്ച് കൊല്ലത്തിൽ നമുക്ക് അതിന്റെ ആദായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന. ഓക്കെ, അപ്പൊ അതിന് കൊടുക്കുന്ന ലോണിനെല്ലാം ടേം ലോൺ, അഗ്രികൾച്ചർ ടേം ലോൺ. ഓക്കെ, നേരെ മറിച്ച് അതിന് വേണ്ട, അതിനെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ട കുറെ സാധനങ്ങളുണ്ട്.
അതായത് ഞാൻ മുമ്പ് പറഞ്ഞ അതിന്റെ തീറ്റ, മരുന്ന് വേണേ മരുന്ന്, ഇപ്പൊ അതിനെ പശുവിനെ കറന്ന് വേണേ അത് കൊണ്ടുപോകാനായിട്ടുള്ള ചെലവ് വേണേ അത്, കറവക്കാരന് കൊടുക്കേണ്ട ഫീസ്, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം വരുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. അതിന് മറ്റേതിന് ടേം ലോൺ എടുക്കാം, പശു ലോൺ എടുക്കാം, അല്ലെങ്കിൽ ആട് ലോൺ എടുക്കാം. ഈ ഇതിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നതിന് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ലോൺ എടുക്കാം. അപ്പൊ ഈ 2 ലോണും ഒരേ സമയം കൊണ്ടുപോകാം. അങ്ങനെ എടുത്തുകൊണ്ട് ഇവർക്ക് ഇവരുടെ ഇത് മീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ സാർ, സംശയങ്ങൾക്ക് വളരെ വിശദമായി മറുപടി തന്നതിന് താങ്ക് യു. ഒന്നും കൂടെ സാർ ഒരു വളരെ നീഡ്ഫുൾ ആയിട്ടുള്ള സമയത്ത് നീഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് സംഘാടകർക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. ഓക്കെ സാർ, ഇങ്ങനെയുള്ള നമ്മളെ ഇതെല്ലാം ചെയ്യാറുണ്ട്. സാറിന് വരാം, സംശയങ്ങൾ ചോദിക്കാം, അറിയാവുന്നതല്ല ഞാൻ പറഞ്ഞു തരുന്നത്. സാറുടെ പേഴ്സണൽ നമ്പർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറ്റിയ നമ്പർ ഒന്ന് ഞാൻ പറയാം. ഇപ്പൊ പറയാം, എഴുതിയെടുത്തോളോ? എഴുതിയെടുക്കാം. ഓക്കെ, 94 95 00 5827 5827. ഓക്കെ, ഞാൻ ഈ സെൽഫ് എംപ്ലോയ്മെന്റ് ലോൺ കൈകാര്യം ചെയ്യുന്ന ഒരു സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ആളുകൾ വരും. ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഈ പറഞ്ഞത്. അത് വളരെ അതിന് ഉപകാരമായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു ഉപകാരമുണ്ട്, നമുക്കധികം ചോദിക്കാതെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. വളരെ നന്ദിയുണ്ട്. നമസ്കാരം. ഒരു കാര്യത്തിൽ ബന്ധപ്പെട്ടവരെ ചോദ്യങ്ങൾ വരുള്ളൂ, അതാണ് ഈ കുഴപ്പം. പലരും ചോദിക്കേണ്ടി വരുന്നില്ല. അതെ. ഓക്കെ, അപ്പം വേറെ ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ തോമസ് സാറിന് നന്ദി പറയാം. നാളത്തെ ദിവസം നമ്മള് വേണുഗോപാൽ സാറിന്റെ ക്ലാസ് ആണ്, സ്പിരിച്വാലിറ്റിയുടെ 4ാമത്തെ ക്ലാസ് ആണ്. നമുക്ക് നാളെ അത് കേൾക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച അബ്ദുൾ റഷീദ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിച്ച ഷീത മാമിന് പ്രത്യേകം നന്ദി പറയുന്നു. ഓക്കെ, അപ്പൊ സാർ താങ്ക് യു. സാർ ഷീത മാമിനോട് ഒരു ചോദ്യം. ഷീത മാം KCB-യിലായിരുന്നു. കേൾക്കാമോ ഷീത മാം? കേൾക്കുന്നുണ്ട് സാറേ. ഇന്ന് നമ്മൾ കൂടുന്നുണ്ടോ? ഇന്ന് ഞാന് PPT ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് നമ്മൾ കൂടണോ? അല്ലെ പിന്നെ നാളെ കൂടാം. നാളെ പറ്റില്ല സാറേ, നാളെ പോരെ. നാളെ വേണം. ഓക്കെ, PPT ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ ഈ ഉള്ള PPT വെച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞങ്ങള് പാൽപ്പായസം ഉണ്ട് സാറേ. അല്ലല്ല, ഞങ്ങളുടെ 27-ന് ഞങ്ങളത് കൂടിയിട്ട് ഇത് വെച്ചതാണ്. ഞങ്ങൾ ഇതുവരെ കൂടി ഒരു ഇത് ആയില്ല. ഓക്കെ, അതിനെപ്പറ്റി. ഓക്കെ, ശരി സാർ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.